മലങ്കര കാതലിക് ടി വിയിലെ കാറ്റഗേസിസ് അഥവാ മതബോധനം എന്ന പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായി മതബോധനത്തിൻ്റെ ലക്ഷ്യമെന്താണ്, ഉദ്ദേശമെന്താണ് എന്നും മതബോധനത്തിൻ്റെ ഉള്ളടക്കം എന്താണ്, മതബോധനത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിലൂടെ മുന്നേറി അബ്രഹാമിൻ്റെ ചരിത്രത്തിലൂടെ പഴയ നിയമ ചരിത്രത്തിൽ രൂപപ്പെട്ട് യേശുവിൻ്റെ ജനനം, മാമോദീസ, പരസ്യജീവിതം, പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തിക്കൊസ്തി എന്നീ യേശു സംഭവങ്ങളിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ വെളിപാടിൻ്റെ ചരിത്രം, അതാണ് സുവിശേഷമെന്നും ഈ വെളിപാടിൻ്റെ ചരിത്രം ലോകാവസാനം വരെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യമെന്നും ഈ വെളിപാടിൻ്റെ ചരിത്രം അത് പ്രഘോഷിക്കപ്പെടണമെന്നും ആരെങ്കിലും ഈ വെളിപാടിൻ്റെ ചരിത്രം, ഈ സുവിശേഷം വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ അവൻ രക്ഷ പ്രാപിക്കുമെന്നും നമ്മളെ പഠിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഈ വെളിപാടിൻ്റെ ചരിത്രം അതാണ് സുവിശേഷമെന്നും അതാണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ വെളിപാടിൻ്റെ ചരിത്രം മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ, ലിഖിത രൂപത്തിലായപ്പോൾ അത് എഴുതപ്പെട്ട ലിഖിതമായി വിശുദ്ധ ഗ്രന്ഥമായി. പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകാവസാനം വരെയുള്ള ഈ വെളിപാടിൻ്റെ ചരിത്രം മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അത് ബൈബിളായെങ്കിൽ, ഈ വെളിപാടിൻ്റെ ചരിത്രം, യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും ആഘോഷിച്ചപ്പോൾ, അനുസ്മരിച്ചപ്പോൾ അത് ആരാധനക്രമമായി വിശുദ്ധ കുർബാനയായി. വിശുദ്ധ ലിഖിതത്തെക്കുറിച്ച്, വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് ഈ എപ്പിസോഡിൽ പ്രധാനമായും യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം എങ്ങനെയാണ് അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള മലങ്കര കുർബാനയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക. ചുരുക്കത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. വിശുദ്ധ കുർബാനയിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള മലങ്കര ക്രമത്തിലുള്ള ഒരു ദേവാലയത്തിൻ്റെ ഘടന മനസ്സിലാക്കുന്നത് ഉചിതമാണ്. ദീർഘചതുരത്തിലുള്ള ഒരു ഘടനയാണ് ദേവാലയത്തിനുള്ളത്. ജെറുസലേം ദേവാലയത്തിൻ്റേതുപോലെ 4 ഭാഗങ്ങൾ അതിനുണ്ട്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള ഭാഗം മോണ്ടളം, പോർച്ച്. അതിനു മുൻപിലായിട്ട് ഹൈക്കല, വിശ്വാസം നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഒരു പടി ഉയർന്ന് കെസ്ത്രൂമും, അവിടെ നിന്നും കുറേ കൂടെ ഉയർന്ന സ്ഥലം അത് മദ്ബഹ. അങ്ങനെ 4 ഭാഗങ്ങളായി ദേവാലയത്തെ തിരിച്ചിരിക്കുന്നു. ഈ 4 ഭാഗങ്ങളെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് മോണ്ടളത്തെ പ്രപഞ്ചമായും, ഹൈക്കലായെ ഭൂമിയായും, കെസ്ത്രൂമായെ ഭൗമിക പർദീസായായും, മദ്ബഹായെ സ്വർഗമായും സൂചിപ്പിക്കുന്നു. വിശ്വാസികൾ നിൽക്കുന്ന ആ ഭാഗം അത് ഭൂമിയാണ്, മദ്ബഹ സ്വർഗമാണ്. ഈ സ്വർഗത്തെയും ഭൂമിയെയും വേർതിരിക്കുന്ന മേഘമാണ്, സ്കൈ ആണ് മറ എന്ന് പറയുക. മറ തുറക്കുമ്പോൾ നമുക്ക് സ്വർഗം കാണാൻ സാധിക്കും. അപ്പോൾ മറ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് വളരെ സൂചനാപരമാണ്. അപ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും വേർതിരിക്കുന്ന മേഘമാണ് മറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുള്ളത്, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൻ്റെ മാതൃകയിലാണ് ദേവാലയം പണിയപ്പെട്ടിരിക്കുക. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ മാതൃകയിൽ. അവൻ്റെ കാൽപാദങ്ങൾ പള്ളിയുടെ പടിഞ്ഞാറേ വാതിൽ ആ ഭാഗത്തായും, അവൻ്റെ ശരീരം ഹൈക്കലായും, അവൻ്റെ ശിരസ് മദ്ബഹായായും മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ തിരുവിലാവിൽ പട്ടാളക്കാർ കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. അവിടെ നിന്നാണ് സഭ പുറപ്പെട്ടത്, ജനിച്ചതെന്നാണ് സഭയുടെ വിശ്വാസം. അതുകൊണ്ടാണ് പള്ളിയുടെ തെക്കുഭാഗത്ത് വാതിലിനോട് ചേർന്ന് മാമോദീസ തൊട്ടി വെക്കുക. കർത്താവിന് വിലാപ്പുറവുമായി ബന്ധപ്പെട്ടാണ്. കെസ്ത്രൂമ, അവിടെയാണ് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ പുരോഹിതൻ അവിടെ ഇരുന്നാണ് കുമ്പസാരിപ്പിക്കുക. കർത്താവിൻ്റെ ചെവിയുടെ പൊസിഷനാണ്. മദ്ബഹ യേശുവിൻ്റെ ശിരസിൻ്റെ പൊസിഷനാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് ദേവാലയം,
ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരമാണ് ദേവാലയം എന്ന ഒരു സൂചനയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ ഈ ശരീരം നശിപ്പിക്കുക, ഞാൻ 3 ദിവസം കൊണ്ട് അത് പുനരുദ്ധരിക്കും. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് ദേവാലയം എന്ന് യേശു സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ആന്തരിക ബോധമാണ്, യേശുവിൻ്റെ ശരീരത്തെ സ്പർശിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് യേശുവിന് ചേരാത്ത ദൈവികമല്ലാത്തതൊന്നും എൻ്റെ ചിന്തയിലും മനസ്സിലും പ്രവൃത്തിയിലും ഉണ്ടാകാൻ പാടില്ല. യേശുവിൻ്റെ ശരീരവുമായി ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. മലങ്കര കുർബാനയുടെ ആരംഭത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് അബ്രഹാമിൻ്റെ വിളിയിൽ തുടർന്ന് പഴയ നിയമ ചരിത്രത്തിലൂടെ മുന്നേറി യേശുക്രിസ്തുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും ആഘോഷിക്കുന്നതാണ്, അനുസ്മരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതെങ്ങനെയാണ് മലങ്കര കുർബാനയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? മലങ്കര കുർബാന 4 ഭാഗങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗത്തെ ഒരുക്ക ശുശ്രൂഷയെന്നും, രണ്ടാമത്തെ ഭാഗത്തെ വചന ശുശ്രൂഷയെന്നും, മൂന്നാമത്തെ ഭാഗത്തെ ബലിയർപ്പണമെന്നും, നാലാമത്തെ ഭാഗത്തെ ബലി വിരുന്ന് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. മലങ്കര കുർബാനയുടെ ഒന്നാം ഭാഗമായ തൂയോബോ അഥവാ ഒരുക്ക ശുശ്രൂഷ മുതൽ പരസ്യ ശുശ്രൂഷ വരെയുള്ള ഭാഗമാണ് ഒന്നാം ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലങ്കര കുർബാന ആരംഭിക്കുന്നത് മദ്ബഹായുടെ നടുവിൽ, ത്രോണോസിൻ്റെ നടുവിൽ ഒരു കുരിശുണ്ട്. ആ കുരിശിന് മുമ്പിൽ ഒരു മെഴുകുതിരിയുണ്ട്. ആ മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് മറ വലിച്ച് ശുശ്രൂഷ ആരംഭിക്കുക. മദ്ബഹായിൽ 13 തിരികളുണ്ട്. ഇടതുവശത്താറും വലതുവശത്താറും, നടുക്ക് ഒരു തിരിയും. അങ്ങനെ 12 1 13 തിരികളാണുള്ളത്. നടുക്കത്തെ തിരി യേശുവിനെയും ബാക്കി 12 മെഴുകുതിരികൾ അപ്പോസ്തലന്മാരെയുമാണ് സൂചിപ്പിക്കുക. അപ്പോൾ നടുക്കത്തെ തിരി കത്തിച്ചുകൊണ്ട് മറ തുറക്കും. ഇതെന്താണ് അർത്ഥമാക്കുക? പ്രപഞ്ച സൃഷ്ടിയാണ് ഇത് അർത്ഥമാക്കുക. ഉൽപ്പത്തി 1:3 വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ അടയാളമായിട്ടാണ് തിരി കത്തിച്ച് മറ വലിക്കുന്നത്. മറ തുറക്കുന്നത് വഴിയായിട്ട് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു, പ്രപഞ്ചം നമുക്ക് കാണപ്പെട്ടു. മദ്ബഹ സ്വർഗത്തിൻ്റെയും ഹൈക്കല ഭൂമിയുടെയും പ്രതീകമാണ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് മറ. യാമനമസ്കാരത്തിൻ്റെ ആരംഭത്തിൽ തിരി കത്തിച്ച് മറ വലിക്കുന്നതിലൂടെ പ്രപഞ്ച സൃഷ്ടിയിലൂടെയുള്ള ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിനെയും സ്വർഗം തുറക്കപ്പെടുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഇപ്രകാരം സൃഷ്ടികർമ്മവും തുടർന്നുള്ള ദൈവപരിപാലനയും ഓർത്തുകൊണ്ട് വിശ്വാസികൾ യാമനമസ്കാരം വഴി ദൈവത്തോട് സംഭാഷണം ചെയ്യുന്നു. അപ്പോൾ തിരി കത്തിച്ച് മറ തുറക്കുന്നതിലൂടെ പ്രപഞ്ച സൃഷ്ടിയാണ് അവിടെ അർത്ഥമാക്കുക. അതിനുശേഷം പുരോഹിതൻ കർത്തവുപ്പായുമിട്ട് ശുശ്രൂഷകരുമായി നമസ്കാരമേശയുടെ മുൻവശത്ത് വന്ന് കിസ്ത്രോമായിൽ വന്ന് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും. എന്താണ് പ്രഭാത പ്രാർത്ഥനയുടെ ലക്ഷ്യം വെക്കുക? സൃഷ്ടാവായ ദൈവത്തെ, സൃഷ്ടിയായ മനുഷ്യൻ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടവസ്തുക്കളോടും ചേർന്ന് സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന നിമിഷമാണ് പ്രഭാത പ്രാർത്ഥന. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: പ്രകാശത്തിൻ്റെ സൃഷ്ടാവിന് സ്തുതി, കർത്താവിൻ്റെ ഭൃത്യന്മാരെ കർത്താവിന് സ്തുതി പാടുവിൻ. ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കട്ടെ, ആകാശത്തട്ട് അതിൻ്റെ കൈവേലയെ കാണിക്കട്ടെ. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിവസ്തുക്കളോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവം പ്രപഞ്ചത്തിൽ ഇടപെട്ട് ഇസ്രായേൽ ജനത്തെ വിളിച്ച് അതിനുശേഷം ദൈവം മനുഷ്യനായി മനുഷ്യവംശത്തെ രക്ഷിച്ച എല്ലാ രക്ഷാകര കർമ്മങ്ങളെയും മുമ്പിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്ന നിമിഷമാണ് പ്രഭാത പ്രാർത്ഥനയുടെ നിമിഷം. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുരോഹിതൻ മദ്ബഹായിലേക്ക് പ്രവേശിക്കും. നമുക്കറിയാം, കസ്തൂർമായിൽ നിന്നും 3 സ്റ്റെപ്പ് ഉയർന്നാണ് മദ്ബഹ. ആ പടികൾ കയറി മദ്ബഹായിലേക്ക് പുരോഹിതൻ പ്രവേശിക്കും. ഇപ്രകാരം മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നതിനെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി
മോശ സീനായ് മലയിലേക്ക് പ്രവേശിച്ചതിനെ ഇത് സൂചിപ്പിക്കുന്നു. ജനത്തെ താഴ്വാരത്തിൽ നിർത്തിയിട്ട് മോശ സീനായ് മലയിലേക്ക് കയറിപ്പോയി ദൈവസന്നിധിയിൽ നിന്ന് ന്യായപ്രമാണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുവാൻ വേണ്ടി സീനായ് മലയിലേക്ക് പ്രവേശിച്ചതിനെ ഇത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സീനായ് മലയ്ക്കും ജനം നിൽക്കുന്നതിനിടയിൽ ഒരു വേലി കെട്ടിയിരുന്നു. അതുകൊണ്ടാണ് കെസ്ത്രൂമ നമ്മൾ അഴിക്കകമെന്ന് പറഞ്ഞ് വേലി കെട്ടി തിരിച്ചിരിക്കുന്നത്. പുരോഹിതൻ മദ്ബഹായിൽ പ്രവേശിച്ച് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥന യാചിക്കുന്നു. പ്രാർത്ഥന യാചിച്ചു കഴിയുമ്പോൾ മറ ഇടുകയാണ്. എന്താണ് മറയിടുന്നതിലൂടെ അർത്ഥം വെക്കുക? ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യം മറ തുറന്നു, പ്രപഞ്ച സൃഷ്ടി പറഞ്ഞുകൊണ്ട് മറ തുറന്നു. ഇപ്പോൾ ഇതാ മറ അടച്ചിരിക്കുകയാണ്. എന്താണ് ഈ മറ അടച്ചതുകൊണ്ട് ലക്ഷ്യം വെക്കുക? മനുഷ്യ സൃഷ്ടിയും മനുഷ്യൻ്റെ പാപവും. മനുഷ്യ സൃഷ്ടിയും മനുഷ്യൻ്റെ പാപവും. മനുഷ്യൻ്റെ പാപം വഴി സ്വർഗവും ഭൂമിയും, ദൈവവും മനുഷ്യനും, മാലാഖമാരും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. സ്വർഗത്തിലേക്കും ഭൂമിയിലേക്കുമുള്ള ആ ബന്ധം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ മറയിട്ടതിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. മദ്ബഹായിൽ പുരോഹിതൻ പ്രവേശിച്ച് പ്രാർത്ഥന യാചിച്ചതിന് ശേഷം ത്രോണോസിന് മുമ്പിൽ വന്നിച്ച് ത്രോണോസിൻ്റെ കോണുകളിൽ മുത്തുന്നു. അതിനുശേഷം ദർഗായിൽ കയറി നിന്ന് മൽക്കിസദേക്കിൻ്റെ ക്രമം, തുടർന്ന് അഹ്റോൻ്റെ ക്രമവും നടത്തുകയാണ്. എന്താണ് മൽക്കിസദേക്കിൻ്റെ ക്രമം? അപ്പവും വീഞ്ഞും ത്രോണോസിൽ ഒരുക്കി വയ്ക്കുന്ന ശുശ്രൂഷയാണ് മൽക്കിസദേക്കിൻ്റെ ക്രമം. സാലേമിലെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായിരുന്ന മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് അബ്രഹാമിനെ എതിരേറ്റ സംഭവത്തെയാണ് ഇത് അനുസ്മരിക്കുന്നത്. ഉൽപ്പത്തി 14:18 നാം ഇത് വായിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ എന്നേക്കുമുള്ള പുരോഹിതൻ എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഹെബ്രായർ 6:20. സാലേം എന്നത് ജെറുസലേമിൻ്റെ പഴയ പേരാണ്. മൽക്കിസദേക്ക് എന്ന പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമതായി സമാധാനത്തിൻ്റെ രാജാവുമെന്നാണ് അർത്ഥം. ഹെബ്രായർ 7:2. യഹൂദ പൗരോഹിത്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ പുറജാതിയുടെ എല്ലാം പ്രതിനിധിയായി ദൈവമുൻപാകെ നിന്ന പുരോഹിതനാണ് മെൽക്കിസദേക്ക്. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നിത്യാചാര്യനായ ക്രിസ്തു സ്വജാതിക്കാരായ ഇസ്രായേലിൻ്റെ മാത്രമല്ല സകല ജനതകളുടെയും പുരോഹിതനായിരുന്നു. എല്ലാ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത യേശുവിലാണ് എന്ന് മൽക്കിസദേക്കിൻ്റെ ക്രമം സൂചിപ്പിക്കുന്നു. അതിനുശേഷം പുരോഹിതൻ വലിയ ഓസ്തിയും ചെറിയ ഓസ്തിയും നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം കർമ്മങ്ങളോടുകൂടി പീലാസായിൽ ക്രമീകരിക്കുന്നു. തുടർന്ന് ഗാസായിൽ വീഞ്ഞും വെള്ളവും കലർത്തി വയ്ക്കുന്നു. പുത്രൻ തമ്പുരാൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ യോജിച്ചതിനെ വെള്ളവും വീഞ്ഞും കലർത്തുന്നത് വഴി അർത്ഥമാക്കുന്നു. മൽക്കിസദേക്കിൻ്റെ ക്രമം കറുത്തകുപ്പായം പുറംകുപ്പായം ഇട്ടുകൊണ്ടാണ് പുരോഹിതൻ നിർവഹിക്കുക. അതിനുശേഷം പുരോഹിതൻ അനുതാപത്തിൻ്റെ പ്രമ്യോനും സെതറായും ചൊല്ലുന്നു. തുടർന്ന് പുരോഹിതൻ അംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അഹ്റോൻ്റെ ക്രമം നടത്തുകയാണ്. പഴയ നിയമത്തിലെ പുരോഹിതനായ അഹ്റോൻ അംശവസ്ത്രങ്ങൾ ധരിച്ചിരുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനും പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാനുമായി ദൈവത്തിന് പ്രാപിച്ച വിശുദ്ധിയുടെ അടയാളമായിട്ടാണ്. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ മറ്റൊരു പ്രതിരൂപമാണ് ആചാര്യനായ അഹ്റോൻ. അപ്പോൾ അഹ്റോനെ പോലെ പുരോഹിതൻ അംശവസ്ത്രം ധരിച്ച് ഈ അപ്പവും വീഞ്ഞും ഒരുക്കിയിരിക്കുന്നതിന് മുകളിലായി ധൂപാർപ്പണം നടത്തുന്നു. അങ്ങനെ അഹ്റോൻ്റെ ക്രമം പുരോഹിതൻ അവിടെ നിർവഹിക്കുകയാണ്. അഹ്റോൻ്റെ ക്രമത്തിൽ പുരോഹിതൻ കാസായും പീലാസായും കുരിശാകൃതിയിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര സംഭവങ്ങൾ അനുസ്മരിക്കുകയും ആദവും ഹവ്വായും മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സുപ്രധാന വ്യക്തികളെയും ഓർക്കുകയും സകല മരിച്ചുപോരെയും അനുസ്മരിക്കുകയും വിശുദ്ധ കുർബാനയുടെ നിയോഗത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് മഹത്വമുള്ളവൻ്റെ തേജസ് ആകാശം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാസായും പീലാസായും ശോശപ്പ കൊണ്ട് മൂടുകയാണ്. സ്വർഗത്തെ ആവരണം ചെയ്യുന്ന ആകാശവിധാനത്തെയാണ് ശോശപ്പ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. തുടർന്ന് ശോശപ്പായുടെ മേൽ ധൂപാർപ്പണം നടത്തി സഭ മുഴുവനെയും അനുസ്മരിക്കുന്നു. സഭ ജീവിച്ചിരിക്കുന്ന സമൂഹം മാത്രമല്ല, ജീവിക്കുന്നവരും മരിച്ചവരും ചേർന്ന സമൂഹമാണ്. എല്ലാവരും ആത്മീയമായി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു. ഈ ധൂപാർപ്പണത്തെ അഹ്റോൻ്റെ ധൂപാർപ്പണത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അഹ്റോൻ വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്ത് അർപ്പിച്ച ധൂപാർപ്പണം യേശുവിൻ്റെ കാൽവരിയിലെ ബലിയുടെ പ്രതീകമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്.
ചുരുക്കത്തിൽ മറയ്ക്കുള്ളിൽ ആദിമാതാപിതാക്കൾ മുതൽ അബ്രഹാം വരെയും, അബ്രഹാം മുതൽ അഹ്റോൻ വരെയും, അഹ്റോൻ മുതൽ യേശുക്രിസ്തു വരെയുമുള്ള പഴയ നിയമ സംഭവങ്ങൾ മുഴുവൻ അനുസ്മരിക്കുകയാണ്. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. നിഴലായ പഴയ നിയമത്തെ അനുസ്മരിക്കുന്നത് മറയ്ക്കുള്ളിലാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ അദൃശ്യനായ യേശുവിനെ സൂചിപ്പിക്കാനും മറ ഇട്ടുകൊണ്ടുള്ള ഈ ശുശ്രൂഷ അർത്ഥമാക്കുന്നു. പുരോഹിതൻ മറയിട്ടുകൊണ്ട് മദ്ബഹായിൽ ആദിമാതാപിതാക്കൾ മുതലുള്ള ആദോ ഹവ്വായി മുതലുള്ള എല്ലാ പഴയ നിയമ സംഭവങ്ങളും അനുസ്മരിക്കുന്ന സമയത്ത് തന്നെയാണ് കെസ്ത്രൂമായിൽ നിന്ന് പഴയ നിയമം വായിക്കും. മലങ്കര പള്ളികളിൽ പഴയ നിയമം വായിക്കുന്നത് ഈ ഒരുക്ക ശുശ്രൂഷയുടെ സമയത്താണ്. മദ്ബഹായുടെ താഴെ കെസ്ത്രൂമായിൽ വടക്കുവശത്തായി നമസ്കാരമേശയുടെ വടക്കുവശത്തായി നിന്നുകൊണ്ടാണ് പഴയ നിയമം വായിക്കുക. പഴയ നിയമ സംഭവങ്ങൾ മദ്ബഹായിൽ പുരോഹിതൻ അനുസ്മരിക്കുന്ന അതേ സമയത്ത് തന്നെ താഴെ പഴയ നിയമം വായിക്കുന്നു എന്നുള്ളതും വളരെ അർത്ഥവത്താണ്. ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തൂയോബോ അല്ലെങ്കിൽ ഒരുക്ക ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. വെളിപാടിൻ്റെ ചരിത്രത്തിൽ നാം ഇതുവരെ പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടി, മനുഷ്യൻ്റെ പാപം, അബ്രഹാമിൻ്റെ വിളി, അബ്രഹാം മുതൽ അഹ്റോൻ വരെയും അഹ്റോൻ മുതൽ യേശുക്രിസ്തു വരെയുമുള്ള പഴയ നിയമ സംഭവങ്ങളാണ് നാം ഇതുവരെ അനുസ്മരിച്ചതും ആഘോഷിച്ചതും. നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയുടെ രണ്ടാം ഭാഗത്തെ വചന ശുശ്രൂഷ എന്നാണ് നാം മനസ്സിലാക്കുക. പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗങ്ങളാണ് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ ചർച്ച ചെയ്യുക. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അടഞ്ഞ മറ തുറക്കപ്പെടുകയാണ്. മറ തുറന്നുകൊണ്ട് പുരോഹിതൻ ധൂപകലശത്തിൽ കുന്തിരിക്കമിട്ട് ത്രോണോസിന് ധൂപം വീശുകയും ത്രോണോസിൻ്റെ 4 കോണുകളിൽ മുത്തുകയും ആ അവസരത്തിൽ കർത്താവേ, നിന്നെ പ്രസവിച്ച മാതാവും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദൈവജനം സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും അഥവാ മാതാപരിശുദ്ധന്മാർ എന്ന കീർത്തനം ജനം ആലപിക്കുകയും ചെയ്യുന്നു. പരസ്യ ശുശ്രൂഷ സമയത്ത് മറ തുറക്കുന്നത് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? മനുഷ്യൻ പാപം ചെയ്തതുമൂലം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചു, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം വിച്ഛേദിച്ചു, മാലാഖമാരും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചു എന്ന് നമ്മൾ കണ്ടു. ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് നമുക്ക് യേശുവിൻ്റെ ജനനത്തിലൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. പരസ്യ ശുശ്രൂഷ സമയത്ത് മറ തുറക്കുന്നതിലൂടെ മനുഷ്യൻ്റെ പാപം മൂലം അടയ്ക്കപ്പെട്ടിരിക്കുന്ന സ്വർഗം തുറക്കപ്പെട്ട് അദൃശ്യനായ ദൈവം ആരാധനാ സമൂഹത്തിന് ദർശനമരുളുന്നു എന്ന് വ്യക്തമാക്കുന്നു. ആദ്യപാപം മൂലം നഷ്ടപ്പെട്ട ദൈവമനുഷ്യ ബന്ധവും സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധവും പുനഃസ്ഥാപിക്കുന്നതിനെ മറ നീക്കുന്നത് സൂചിപ്പിക്കുന്നു. പഴയ നിയമം അവസാനിച്ച് പുതിയ നിയമം ആരംഭിക്കുന്നതിനെയും നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെയും പരസ്യ ശുശ്രൂഷയിൽ പ്രത്യേകം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് മാതാപരിശുദ്ധന്മാർ എന്ന മറ തുറക്കുമ്പോൾ പുരോഹിതൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: കർത്താവേ, നിന്നെ പ്രസവിച്ച മാതാവും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. 3 വ്യക്തികളെയാണ് ഇവിടെ അനുസ്മരിക്കുക. മറ തുറക്കുമ്പോൾ ആദ്യം പറയുക കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതിനുശേഷം നിന്നെ പ്രസവിച്ച മറിയാമും, അതിനുശേഷം നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും. അതുകൊണ്ടാണ് മലങ്കര പള്ളിയിൽ മദ്ബഹായുടെ നടുവിൽ മറ തുറക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ചിത്രമായിരിക്കും. കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കുക. അതിനിടതുവശത്തായിട്ട് ദൈവമാതാവിൻ്റെ ചിത്രം നമ്മൾ വയ്ക്കാറുണ്ട്, നിന്നെ പ്രസവിച്ച മാതാവും. അതിനുശേഷം വലതുവശത്ത് സ്നാപയോഹന്നാൻ്റെ ചിത്രവും നമ്മൾ വയ്ക്കാറുണ്ട്, നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാൻ. യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങളോട് ഏറ്റവും ഇഴുകിച്ചേർന്ന 2 വ്യക്തികളാണ് പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധ സ്നാപയോഹന്നാനും. അവർ 2 പേരെയും പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. അതിനുശേഷം പുരോഹിതൻ ത്രോണോസ് ചുറ്റിയുള്ള പ്രദക്ഷിണം നടത്തുകയാണ്. ത്രോണോസ് ചുറ്റിയുള്ള പ്രദക്ഷിണത്തിന് ഏറ്റവും മുൻപിലായി ഒരു ശുശ്രൂഷകൻ കയ്യിൽ തിരി പിടിച്ചു കൊണ്ടുപോകും. അത് സ്നാപയോഹന്നാനെ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം,
ത്രോണോസിന് വിവിധ അർത്ഥങ്ങളുണ്ട്. ത്രോണോസ് എന്നത് കർത്താവിൻ്റെ സിംഹാസനമാണ്, ഇരിപ്പിടമാണ്, ബലിപീഠമാണ്. അതുപോലെ തന്നെ കർത്താവിനെ അടക്കിയ കല്ലറയാണ്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച ഈ ത്രോണോസിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ലീബ അടക്കം ചെയ്യുന്നത്. എന്നാൽ ഈ സമയത്ത് മദ്ബഹായ്ക്കും ത്രോണോസിനും മറ്റൊരു പ്രത്യേക അർത്ഥം നൽകപ്പെടുകയാണ്. മദ്ബഹായെ പുൽത്തൊട്ടിയായും ത്രോണോസിനെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മടിത്തട്ടായും ത്രോണോസിൽ വച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും ഉണ്ണിയേശുവായും അവയെ മൂടിയിരിക്കുന്ന ശോശപ്പ യേശുവിനെ പുതപ്പിച്ചിരിക്കുന്ന പിള്ളക്കച്ചയായും പരിഗണിക്കപ്പെടുന്നു. മാതാപരിശുദ്ധന്മാർ എന്ന ഗാനാലാപനം സ്വർഗീയ മാലാഖമാർ കീർത്തനം പാടിയതിനെ സൂചിപ്പിക്കുന്നു. വൈദികൻ ത്രോണോസ് ധൂപിച്ച് ത്രോണോസിൻ്റെ കോണുകളിൽ മുത്തുന്നത് ആട്ടിടയന്മാരും ജ്ഞാനികളും വന്ന് യേശുവിനെ ആരാധിച്ചതിനെയും ബഹുമാനിച്ചതിനെയും സൂചിപ്പിക്കുന്നതോടൊപ്പം വൈദികൻ ധൂപം വീശി ഉണ്ണി യേശുവിനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി അഭേദ്യം ബന്ധമുള്ള അവിടുത്തെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും യേശുവിൻ്റെ പരിശുദ്ധത്തിന് മുന്നോടിയായിരുന്ന സ്നാപയോഹന്നാൻ്റെയും മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടാണ് പരിശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ത്രൈശുദ്ധ കീർത്തനം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്കറിയാം ഈ പ്രാർത്ഥന മലങ്കര സഭയുടെ എല്ലാ പ്രാർത്ഥനയുടെയും അടിസ്ഥാന പ്രാർത്ഥനയാണ്. കൗമ പ്രാർത്ഥനയുടെ ആരംഭമാണിത്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. അതൊരു ലെജൻഡിൽ നിന്നും വന്നിട്ടുള്ളതാണ്, ഒരു ഐതിഹ്യത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. യേശുവിൻ്റെ കബറടക്ക സമയത്ത് മാലാഖമാരുടെ വലിയ വ്യൂഹം 3 ഗണങ്ങളായി മാറി നിന്നുകൊണ്ട് ഉച്ചത്തിൽ ആർത്തു വിളിക്കുന്ന ആ നിമിഷമാണ് ഇതിൻ്റെ പശ്ചാത്തലം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്കറിയാം കർത്താവിൻ്റെ കുരിശുമരണം അതിദാരുണമായി. കർത്താവിന് ഡബിൾ പണിഷ്മെൻ്റാണ് കിട്ടിയത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ അവനെ ചമ്മട്ടി കൊണ്ടടിച്ച് വിട്ടയക്കും. പക്ഷേ കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുക മാത്രമായിരുന്നില്ല, ചമ്മട്ടി കൊണ്ട് അടിച്ചതിന് ശേഷം ക്രൂശിക്കുക കൂടി ചെയ്തു. കള്ളന്മാരെ ചമ്മട്ടി കൊണ്ട് അടിച്ചില്ല. അതുകൊണ്ട് കർത്താവിന് ചമ്മട്ടി അടിയേറ്റ് അവൻ്റെ രക്തമെല്ലാം വാർന്നുപോയി. അതിനുശേഷമാണ് അവനെ ക്രൂശിക്കുക. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ മരിച്ചിരുന്നു, കള്ളന്മാർ മരിച്ചില്ല, അവരുടെ കണങ്കാലുകൾ തകർത്താണ് അവരെ കൊല്ലുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മരണം അതിദാരുണമായിരുന്നു. ഡബിൾ പണിഷ്മെൻ്റാണ് കർത്താവിന് കിട്ടിയത്, മറ്റാർക്കും ലഭിക്കാത്ത അതിദാരുണമായ കുരിശുമരണം. 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിച്ചതോടുകൂടി നടുക്ക് കിടക്കുന്നത് പെരുങ്കള്ളൻ എന്നുള്ള അപമാനത്തിൻ്റെ ഏറ്റവും ആഴമായ യാഥാർത്ഥ്യവും അവനെ നൽകപ്പെട്ടു. 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നോക്കി 6 അടി നീളത്തിൽ വികൃതമായ ശരീരത്തോടും മുഖത്തോടും കൂടി കിടക്കുന്ന ഒരു മനുഷ്യ വ്യക്തിയെ നോക്കി സ്വർഗീയ മാലാഖമാർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, നീ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ടുവെങ്കിലും നീ കള്ളനല്ല, നീ ദൈവമാണ്, ദൈവമേ നീ പരിശുദ്ധൻ. 3 ആണികളിൽ കൈകാലുകൾ അനക്കുവാൻ സാധിക്കാതെ, ചലിപ്പിക്കാൻ സാധിക്കാതെ ബലഹീനനായി കിടക്കുന്നവനെ കണ്ടിട്ട് സ്വർഗീയ മാലാഖമാർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, നീ 2 കള്ളന്മാരുടെ മധ്യേ ബലഹീനനായി കാണപ്പെടുന്നുവെങ്കിലും നീ ബലഹീനനല്ല, ബലവാനെ നീ പരിശുദ്ധൻ. സ്വന്തം തോളിലേക്ക് തലചായ്ച്ച് മരിച്ചു കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട്
സ്വർഗീയ മാലാഹവൃന്ദം ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, നീ രണ്ട് കള്ളന്മാരുടെ മധ്യയെ മരിച്ചു കിടക്കുന്നവനായി കാണുന്നുവെങ്കിലും നീ മരിച്ചവനല്ല, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ. സ്വർഗീയ മാലാഖമാരുടെ ഈ കീർത്തനം കേട്ട് താഴെ നിന്ന് നിക്കോദേമോസും യൗസേപ്പും ബാക്കിയുള്ളവരും മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഇതിൻ്റെ പശ്ചാത്തലം ദുഃഖശനിയാഴ്ചയുടെ പ്രിമ്യൂൻ സദറാകളിൽ, യാമപ്രാർത്ഥന പ്രിമ്യൂൻ സദറായിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് വേദപുസ്തക വായനകളാണ്. വചന ശുശ്രൂഷ, വിശുദ്ധ കുർബാനയിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന പരിത്രാണ രഹസ്യങ്ങൾ ദൈവവചനം വഴി ആരാധനാ സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ് വേദപുസ്തക വായനയിലൂടെയും അതിൻ്റെ വിശുദ്ധീകരണത്തിലൂടെയും നടക്കുന്നത്. ഈ ഭാഗം പ്രബോധനപരമാണ്. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ പ്രബോധനങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളുമാണ് കുർബാനയിലെ വചന ശുശ്രൂഷ സൂചിപ്പിക്കുന്നത്. മലങ്കര ആരാധനാക്രമത്തിൽ കുർബാനയിൽ 4 പഴയ നിയമ വായനകളും 3 പുതിയ നിയമ വായനകളുമാണുള്ളത്. പഴയ നിയമ വായനയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഒരുക്ക ശുശ്രൂഷയുടെ സമയത്താണ് പഴയ നിയമം വായിക്കുക. പഴയ നിയമത്തിൽ 4 വായനകളാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ വായന പഞ്ചഗ്രന്ഥിയിൽ നിന്നുള്ള വായന. ഒറേത്താട് പുസ്തകത്തിൽ നിന്നും ബാറഖ്യമോർ നമ്മൾ ചൊല്ലാറുണ്ട്. ഒറേത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തോറ എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് ഒറേത്ത എന്ന സുറിയാനി പദമുണ്ടായത്. തോറ എന്ന് പറഞ്ഞാൽ നിയമഗ്രന്ഥങ്ങൾ. അപ്പോൾ ഒറേത്താട് പുസ്തകത്തിൽ നിന്നും ബാറഖ്യമോർ എന്ന് പറയുമ്പോൾ നിയമഗ്രന്ഥങ്ങളിൽ നിന്നും ബാറഖ്യമോർ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളെയാണ് ഒറേത്ത എന്ന് തോറ എന്ന് നമ്മൾ മനസ്സിലാക്കുക. തുടർന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അതിനുശേഷം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അതിനുശേഷം മറ്റ് പുസ്തകത്തിൽ നിന്നുള്ള വായന. അങ്ങനെ 4 വായനകളാണ് പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം പുതിയ നിയമ വായനകൾ ത്രൈശുദ്ധ കീർത്തനവും കുറിയലായ്സോനും കഴിഞ്ഞ് ആരംഭിക്കുന്നു. ഒന്നാമത്തെ വായന അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നോ കാതോലിക ലേഖനങ്ങളിൽ നിന്നോ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നോ സന്ദർഭോചിതമായി വായിക്കുന്നു. വായനയ്ക്ക് മുൻപ് ഭൂവിലെ ശേഷം എന്ന ഗാനം മർക്കോസിൻ്റെ സുവിശേഷം 16:15 ആസ്പദമാക്കി ആലപിക്കുന്നു. രണ്ടാമത്തെ വായന പൗലോസ്ലീഹായുടെ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ നിന്നായിരിക്കും. അതിന് മുൻപായിട്ട് പൗലോസ്ലീഹ എന്നുള്ള ഗാനം സമൂഹം ആലപിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8 ഗാനരൂപമാണിത്. സുവിശേഷത്തിന് മുൻപായിട്ട് ഹല്ലേലൂയ എന്ന ഗീതം ആലപിച്ചുകൊണ്ടാണ് സുവിശേഷ വായന ആരംഭിക്കുക. ഭൂലശേഷം ഗാനത്തിന് ശേഷം പുതിയ നിയമത്തിലെ 1-ാമത്തെ വായന മദ്ബഹായുടെ വടക്കുവശത്ത് ഒരു പടി താഴെ ഇറങ്ങി നിന്നുകൊണ്ടാണ് 1-ാമത്തെ വായന നടത്തുക. പൗലോസ്ലീഹയുടെ വായന മദ്ബഹായുടെ തെക്കുവശത്ത് ഒരു പടി താഴെ നിന്നുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ വായനകൾ നടത്തുക. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വായന സുവിശേഷം എന്നുള്ള വായന. നമുക്കറിയാം, ഭൂലശേഷത്തിന് ശേഷമുള്ള വായനയും പൗലോസ്ലീഹായുടെ വായനയും മദ്ബഹായുടെ ഒരു പടി താണു നിന്ന് വായിക്കുന്നു. പഴയ നിയമം വീണ്ടും കെസ്ത്രോമായിൽ നിന്നുകൊണ്ടാണ് വായിക്കുക. എന്നാൽ സുവിശേഷം മദ്ബഹായിൽ നിന്നുകൊണ്ടാണ് വായിക്കുക. സുവിശേഷം പുരോഹിതനാണ് വായിക്കുക. ഇത് മദ്ബഹായുടെ നടുവിൽ നിന്നാണ് വായിക്കുക. ഇത് വേദഭാഗങ്ങളുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തേക്കാൾ ഒരു പടി കൂടി ഉയർന്നാണ് പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങളും പൗലോസ്ലീഹായുടെ ലേഖനങ്ങളുമൊക്കെ. അതിനേക്കാൾ ഒരു പടി കൂടി ഉയർന്നാണ് സുവിശേഷത്തിൻ്റെ സ്ഥാനം. അത് മദ്ബഹായുടെ നടുവിൽ നിന്നാണ് പുരോഹിതൻ വായിക്കുന്നത്. പള്ളിയുടെ ഘടനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മലങ്കര പള്ളിയിൽ മദ്ബഹായുടെ നടുവിൽ ഏതെങ്കിലും പീഠം വെച്ച് അവിടെ നിന്നാണ് പുരോഹിതൻ സുവിശേഷം വായിക്കുക. കാരണം യേശുവിൻ്റെ നാവിൻ്റെ പൊസിഷനാണത്. യേശുവിൻ്റെ ശിരസ്സാണ് മദ്ബഹ എങ്കിൽ യേശുവിൻ്റെ നാവിൻ്റെ പൊസിഷനിലാണ് ഏവങ്കലിയോൻ വെച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്രകാരം നാം മനസ്സിലാക്കുന്നു, യേശു ക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത്, വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ വചനം വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെ സംസാരിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ലിഖിതത്തിനും ഒരേ ആദരവും ഒരേ ബഹുമാനവുമാണ് മലങ്കര കുർബാനയെ നൽകുക. അതുകൊണ്ടാണ് ത്രോണോസ് പൊതിഞ്ഞിരിക്കുന്ന അതേ ചുമലയും പച്ചയുമുള്ള ചിത്തോല തുണി കൊണ്ട് ഏവെങ്കിലും പീഠം പൊതിഞ്ഞിരിക്കുക. ത്രോണോസിൽ വെച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും അതേ കർത്താവിൻ്റെ സാന്നിധ്യം തന്നെയാണ് ലിഖിതത്തിലുമുള്ളതെന്ന് സൂചിപ്പിക്കാനാണ്.
വിശുദ്ധ കുർബാന കൊടുക്കുന്ന എല്ലാ ആദരവും ബഹുമാനവും വിശുദ്ധ ലിഖിതത്തിനും കൊടുക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന പടിഞ്ഞാട്ടെടുക്കുമ്പോഴുള്ള എല്ലാ ആഘോഷവും 2 തിരികൾ കത്തിച്ചു പിടിക്കും. മർബഹാസ, മണി, ധൂപം ഇതെല്ലാം വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ലിഖിതത്തിനും ഒരുപോലെയാണ് നൽകുക. വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ ലിഖിതം വായിക്കുമ്പോൾ ലിഖിതം കൂദാശിയായിത്തീരും, കർത്താവിൻ്റെ സാന്നിധ്യമായിത്തീരും എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചതാണ്. പുരോഹിതൻ ഉറക്കെ ലിഖിതം വായിക്കുമ്പോൾ ശബ്ദത്തിൽ യേശു സാന്നിധ്യമുണ്ട്. വിശുദ്ധ കുർബാന മധ്യേ ഗോതമ്പപ്പം കർത്താവാകുന്ന പോലെ തന്നെ വിശുദ്ധ ലിഖിതം ഉറക്കെ വായിക്കുമ്പോൾ ശബ്ദത്തിൽ യേശു സാന്നിധ്യമുണ്ടാകും. വിശുദ്ധ ലിഖിതം കർത്താവിൻ്റെ സാന്നിധ്യമായി മാറും. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കൈ ശുദ്ധീകരിക്കപ്പെടും, കേൾക്കുമ്പോൾ നമ്മുടെ ചെവി ശുദ്ധീകരിക്കപ്പെടും, അക്ഷരത്തിലൂടെ കണ്ണോടുമ്പോൾ നമ്മുടെ കണ്ണ് ശുദ്ധീകരിക്കപ്പെടും, വായിക്കുമ്പോൾ നമ്മുടെ വായ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യമായി മാറും വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ ലിഖിതം വായിക്കുമ്പോൾ. വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ 2 കാര്യത്തിനെ ജനങ്ങൾക്ക് നേരെ തിരിയത്തുള്ളൂ. പല പ്രാവശ്യം തിരിയും, പക്ഷേ 2 കാര്യത്തിനെ പുരോഹിതൻ ജനങ്ങൾക്ക് നേരെ തിരിയത്തുള്ളൂ. ദൈവത്തിന് വല്ലതും പറയാനുണ്ടെങ്കിലും തിരിയും, ദൈവത്തിന് വല്ലതും നൽകാനുണ്ടെങ്കിലും തിരിയും. പുരോഹിതൻ ജനത്തോടൊപ്പം കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ, ഒരേ ദിശയിൽ നിൽക്കുമ്പോൾ ജനത്തിന് പകരക്കാരനായിട്ട് നിൽക്കുകയാണ്. ജനത്തെ താഴ്വാരത്തിൽ നിർത്തിയിട്ട് മോശ സീനായ് മലയിലേക്ക് പ്രവേശിച്ച് ജനത്തിൻ്റെ സുഖദുഃഖങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് പോലെ പുരോഹിതൻ ആരാധനാ സമൂഹത്തിൻ്റെ സുഖദുഃഖങ്ങളെല്ലാം പ്രതിനിധിയായി സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ജനത്തിന് പകരക്കാരനായി. അപ്പോൾ പുരോഹിതനും ജനങ്ങളും ഒരേ ഡിറക്ഷനിൽ നിൽക്കുമ്പോൾ പുരോഹിതൻ ജനത്തിൻ്റെ പകരക്കാരനാണ്. എന്നാൽ പുരോഹിതൻ പടിഞ്ഞാട്ട് ജനത്തിന് നേരെ തിരിയുമ്പോൾ പുരോഹിതൻ ദൈവത്തിൻ്റെ പകരക്കാരനാണ്. അപ്പോൾ 2 കാര്യത്തിനാണ് പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിയുക. ദൈവത്തിന് വല്ലതും കൊടുക്കാനുണ്ടെങ്കിലും ദൈവത്തിന് വല്ലതും പറയാനുണ്ടെങ്കിലും. എന്താണ് ദൈവത്തിന് പറയാനുള്ളത്? അതാണ് വിശുദ്ധ വേദവായന. ദൈവത്തിന് പറയാനുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. അതെല്ലാം ദൈവം ജനത്തോട് സംസാരിക്കുകയാണ് പുരോഹിതനിലൂടെ. എന്താണ് ദൈവത്തിന് കൊടുക്കാനുള്ളത്? സമാധാനം, ആശീർവാദം, വിശുദ്ധ കുർബാന, ഇതെല്ലാം ദൈവം മനുഷ്യന് കൊടുക്കുന്നതാണ് പുരോഹിതനിലൂടെ. അതുകൊണ്ട് വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ ലിഖിതം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നത്. വിശുദ്ധ കുർബാന മധ്യേ ഗോതമ്പപ്പം കർത്താവിൻ്റെ സാന്നിധ്യമാകുന്ന പോലെ തന്നെ വിശുദ്ധ ലിഖിതവും കർത്താവിൻ്റെ സാന്നിധ്യമാകും. പുരോഹിതൻ ആദ്യം വിശുദ്ധ ലിഖിതം മുറിച്ച് ചെവിയിൽ കൊടുക്കും, പിന്നീട് അപ്പം മുറിച്ച് നാവിൽ കൊടുക്കും. ദൈവമക്കൾക്ക് വചനത്തിൻ്റെ മേശയിൽ നിന്നും അപ്പത്തിൻ്റെ മേശയിൽ നിന്നും പോഷണം നൽകണം എന്ന് വത്തിക്കാൻ സുനോദോസ് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം പുരോഹിതൻ വചനത്തിൻ്റെ മേശയിൽ നിന്ന് പോഷണം നൽകുകയാണ്, വചനം മുറിച്ച് നൽകുകയാണ്. വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ മേശയിൽ നിന്ന് പോഷണം നൽകുകയാണ്. സുവിശേഷ വായനയ്ക്കും വചനപ്രഘോഷണത്തിന് ശേഷം പാപപരിഹാര പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിമിയോൻ സൊദറോ എന്ന് പൊതുവായി നമ്മൾ പറയും. പ്രിമിയോൻ, അതിനുശേഷം ഹൂസോയ പ്രാർത്ഥന, പാപപരിഹാര പ്രാർത്ഥന, അതിനുശേഷം സദറ പ്രാർത്ഥന. സ്തോമൻഗാലസ് കുറിയലായിസോൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുക്കത്തോടെ നിൽക്കാം, ശ്രദ്ധയോടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പ്രത്യേകമായിട്ട് ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രിമിയോൻ സദറ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. വിശുദ്ധ കുർബാന മധ്യേ പാപക്ഷമ ലഭിക്കാതെ വിശുദ്ധ രഹസ്യങ്ങളെ സമീപിക്കുവാൻ സാധ്യമല്ല. അതിനാൽ ബലിയുടെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് പാപപരിഹാര പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചൊല്ലുകയാണ്. വിശുദ്ധ കുർബാന മധ്യേ പാപപരിഹാര പ്രാർത്ഥന ചൊല്ലുമ്പോൾ നാം ഒരുക്കത്തോടെ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന വഴി നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ലഘുപാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നു. എന്നാൽ മാരകപാപങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുമ്പസാരിക്കേണ്ടതാണ്, കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ടതാണ്. അത് ഓരോ വ്യക്തിയുമാണ് മനസാക്ഷിയിൽ അത് തീരുമാനിക്കേണ്ടത്. എന്നാൽ വിശുദ്ധ കുർബാന മധ്യേ നാം വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന വഴിയായിട്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പാപമോചനത്തിലൂടെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രത്യേകം നമ്മെ സഭ ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിമിയോൻ സദറയുടെ അവസാനം പൊതുവായി പാപമോചനം ജനത്തിനെ ആശംസിച്ചുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുക. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കട്ടെ.
ഇപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ടാണ് വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് വിശ്വാസികൾ പ്രവേശിക്കുന്നത്. ബലിയർപ്പണത്തിന് മുൻപ് ആരാധനാ സമൂഹത്തിന് പൊതുവായി പാപമോചനം നൽകിയിരുന്ന ആദിമസഭയുടെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ഇത്. അതിനുശേഷമാണ് നമുക്കറിയാം ധൂപക്കുറ്റി വാഴ്വ്. തൃത്യേക ദൈവത്തിലുള്ള പരിശുദ്ധിയും ആ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും ഏറ്റുപറയുകയാണ് ധൂപക്കുറ്റി വാഴ്വിലൂടെ നടക്കുന്നത്. അതേസമയം യേശുക്രിസ്തുവിൻ്റെ മാമോദീസായെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. പരിശുദ്ധ തൃത്വം യോർദാനിൽ യേശുവിൻ്റെ മാമോദീസ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദത്തിലൂടെയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലും യേശു തൻ്റെ സാന്നിധ്യം കൊണ്ടും യോർദാൻ നദിയിൽ ആയിരിക്കുന്നു. പരിശുദ്ധത്തിലെ 3 വ്യക്തികളും ഒരേ സമയം പ്രത്യക്ഷമാകുന്ന നിമിഷമാണ് മാമോദീസായുടെ സമയം. ഈ സമയത്ത് ധൂപക്കുറ്റി വാഴ്വിലൂടെ യേശുവിൻ്റെ മാമോദീസായെയും അതുപോലെ തന്നെ പരിശുദ്ധ തൃത്വം വെളിപ്പെടുത്തിയതിനെയും സൂചിപ്പിക്കുന്നു. ധൂപക്കുറ്റി സഭയുടെയും ലോകത്തിൻ്റെയും പ്രതീകമായതിനാൽ ധൂപക്കുറ്റി വാഴ്ത്തുന്ന ശുശ്രൂഷ സഭയാകുന്ന ആരാധനാ സമൂഹത്തെ വാഴ്ത്തുന്ന ശുശ്രൂഷയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സഭയുടെയും ലോകത്തിൻ്റെയും ശുദ്ധീകരണത്തെ ഇത് സൂചിപ്പിക്കുന്നു. പാപമോചനം ലഭിച്ചതിൻ്റെ പ്രതീകമായി വിശുദ്ധ തൃത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ധൂപക്കുറ്റി വാഴ്ത്തൽ കാർമ്മികൻ ആരംഭിക്കുന്നു. ധൂപക്കുറ്റി വാഴ്വ് പ്രതീകാത്മ കർമ്മമാണ്. ധൂപക്കുറ്റിയിലെ അഗ്നി ദൈവമാതാവിൽ വസിച്ച അഗ്നിയായ പുത്രൻ തമ്പുരാനെ സൂചിപ്പിക്കുന്നു. ധൂപക്കുറ്റിയുടെ ചങ്ങലയിലെ 72 കണ്ണുകൾ അറിയിപ്പുകാരെയും ചങ്ങലയിലെ 12 മണികൾ അപ്പസ്തോലന്മാരെയും പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. ധൂപക്കുറ്റി വീശുമ്പോൾ ധൂപക്കുറ്റി കിലുക്കുന്നത് വഴിയായിട്ട് അപ്പസ്തോലന്മാരുടെ വചനപ്രഘോഷണത്തെയും അത് സൂചിപ്പിക്കുന്നു. ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ ഒന്നാമത്തെ ചങ്ങല പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനെന്നും 2-3 ചങ്ങലകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനെന്നും 4-മത്തെ ചങ്ങല പിടിച്ചുകൊണ്ട് പരിശുദ്ധ റൂഹ പരിശുദ്ധനെന്നും കാർമ്മികൻ പ്രഖ്യാപിക്കുകയാണ്. 2-മത്തെ ചങ്ങല പിടിക്കുമ്പോൾ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനെന്ന് പറയുമ്പോൾ 2-3 ചങ്ങലകൾ പിടിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നതാണ്. ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ വിശ്വാസികൾ തൃത്യേക ദൈവത്തിന് ആരാധനയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ആമേൻ എന്ന് ഏറ്റുചൊല്ലുന്നു. ധൂപക്കുറ്റി വാഴ്വിന് ശേഷം ശുശ്രൂഷകൻ മദ്ബഹായിലും തുടർന്ന് ഹൈക്കലായുടെ പടിഞ്ഞാറേ ഭാഗം വരെയും ധൂപം വീശുന്നു. ദൈവത്തിന് എല്ലാവരോടുമുള്ള താത്പര്യവും ദൈവത്തിൻ്റെ കാരുണ്യവും സൂചിപ്പിക്കുവാനാണ് ശുശ്രൂഷൻ ദേവാലയം മുഴുവൻ ധൂപം വീശുന്നത്. പാപമോചനത്താൽ വിശുദ്ധീകരണം നൽകി ധൂപത്താൽ വിശുദ്ധീകരിക്കുകയാണ്. ധൂപം വീശുന്ന വഴി ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നുവെന്നും അത് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ ദൈവജനത്തെ ധൂപത്താൽ വിശുദ്ധീകരിച്ച് വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് ദൈവജനത്തെ ആനയിക്കുകയാണ്. ആദിമസഭയിൽ മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പുറത്തു പോകുവാനുള്ള സൂചനയായും ഇത് കരുതപ്പെട്ടിരുന്നു. മാമോദീസ സ്വീകരിക്കാത്ത അർത്ഥികൾക്ക് വചനശുശ്രൂഷ വരെ സംബന്ധിക്കുവാൻ ആദിമസഭയിൽ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതിനെ സൂചിപ്പിക്കുവാനും ധൂപം വീശിയുള്ള പടിഞ്ഞാറ് വരെയുള്ള ഈ യാത്ര അർത്ഥമാക്കുന്നു. ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ പുരോഹിതൻ തെക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ധൂപക്കുറ്റി വാഴ്ത്തുക. നമുക്കറിയാം ഈ ആരാധനക്രമം ജെറുസലേമിൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ ജെറുസലേമിനും അന്ത്യോക്യായ്ക്കും തെക്കാണ് യോർദാൻ നദി. അപ്പോൾ യോർദാൻ നദിയെ നോക്കി നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുക. യേശുവിൻ്റെ യോർദാനിലെ മാമോദീസ അനുസ്മരിക്കുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് ജെറുസലേമിനും അന്ത്യോക്യായ്ക്കും തെക്കാണ് യോർദാൻ. അതുകൊണ്ട് യോർദാനെ നോക്കി നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ പുരോഹിതൻ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് തെക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പുരോഹിതൻ ധൂപക്കുറ്റി വാഴ്വ് നിർവഹിക്കുന്നത്. ധൂപക്കുറ്റി വാഴ്ത്തി ശുശ്രൂഷനെ ഏൽപ്പിച്ചതിന് ശേഷം പുരോഹിതൻ കൈകൾ കഴുകി വെടിപ്പാക്കുകയും അതിനുശേഷം പ്രാർത്ഥന യാചിച്ച് മദ്ബഹായുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് നിഖ്യാവിശ്വാസ പ്രമാണം വിശ്വാസികൾ ഒന്നിച്ച് ചൊല്ലുകയാണ്. കുർബാനയുടെ അതിപ്രധാനമായ ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ തന്നെ വെടിപ്പാക്കി മൗനമായി പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രത്യേകമായി യാചിച്ചുകൊണ്ട്
കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ പുരോഹിതൻ തന്നെ ഒരുക്കുന്ന നിമിഷമാണിത്. അതിനുശേഷം ശുശ്രൂഷകൻ നമുക്ക് നന്നായി നിൽക്കാം, ശ്രദ്ധയോടെ നിൽക്കാം എന്നർത്ഥമുള്ള സ്തൗമൻ ഗാലസ് കുറിയലായിസോൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ മൂന്നാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയിൽ സമാധാന പ്രാർത്ഥന മുതൽ യാത്ര പറച്ചിൽ വരെയുള്ള ഭാഗത്തിന് പൊതുവെ അനാഫുറ എന്നാണ് പറയുന്നത്. അനാഫുറ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം യാഗാർപ്പണം എന്നാണ്. കുർബാന എന്ന സുറിയാനി പദത്തിൻ്റെയും പൊരുൾ അതുതന്നെയാണ്. അന്ത്യത്താഴ സമയത്ത് കർത്താവ് ചൊല്ലിയ കൃതജ്ഞതാ പ്രാർത്ഥനയും അനുഷ്ഠിച്ച കർമ്മങ്ങളുമാണ് അനാഫുറയുടെ ഉള്ളടക്കം. വിശുദ്ധ കുർബാനയിൽ അനാഫുറ എന്ന ഭാഗത്ത് രഹസ്യവും പരസ്യവുമായ 66 പ്രാർത്ഥനകളാണുള്ളത്. 33 പ്രാർത്ഥനകൾ മാറ്റമില്ലാത്തവയാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. മാറ്റമുള്ള 33 പ്രാർത്ഥനകൾ യേശുവിൻ്റെ മനുഷ്യത്വത്തെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിന് 33 വർഷത്തെ ഇഹലോക ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് 33 രഹസ്യവും പരസ്യവുമായ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അനാഫ്രായുടെ ആരംഭമായ സമാധാന പ്രാർത്ഥന മുതൽ മധ്യസ്ഥ പ്രാർത്ഥന വരെയുള്ള ഭാഗത്തിന് ബലിയർപ്പണം എന്നാണ് പറയുക. ഈ ഭാഗത്ത് ബലിയർപ്പണത്തെക്കുറിച്ചാണ് നമ്മൾ വിവരിക്കുന്നത്. അനാഫുറ ആരംഭിക്കുമ്പോൾ പുരോഹിതൻ മദ്ബഹായിൽ പ്രത്യേകിച്ച് ത്രോണോസിനോട് ചേർന്ന് ഒരു പടിയുണ്ട്, അതിന് ദർഗ എന്നാണ് പറയുക. ആ ദർഗയിലേക്ക് കയറി നിന്നുകൊണ്ടാണ് അനാഫുറ ആരംഭിക്കുന്നത്. ദർഗ എന്ന വാക്കിൻ്റെ അർത്ഥം പടി എന്നാണ്. യേശു പെസഹ സംഭവത്തിനായി മർക്കോസിൻ്റെ മാളികയിലേക്ക് പ്രവേശിച്ചതിനെ ഈ ദർഗാ പ്രവേശനം സൂചിപ്പിക്കുന്നു. അവൻ ഉയർന്ന മാളികയിലേക്ക് പ്രവേശിച്ചു. ദർഗോദ് കശീശോ, ദർഗോദ് ശംശോനോ, ദർഗോദ് എപ്പിസ്കോപ്പ പദവിയിലേക്ക്. ദർഗ എന്ന വാക്കിൻ്റെ അർത്ഥം പദവി അല്ലെങ്കിൽ പടി എന്നാണ്. അപ്പോൾ കർത്താവ് ഉയർന്ന സ്ഥലത്തേക്ക് മാളികയിലേക്ക് പ്രവേശിച്ചു. പെസഹ സംഭവത്തിനായി മർക്കോസിൻ്റെ മാളികയിലേക്ക് പ്രവേശിച്ചു എന്ന് സൂചിപ്പിക്കാനാണ് ഈ ദർഗയിലേക്ക് കയറുന്നത്. ഭൗമികമായ സകലത്തിൽ നിന്നും താൻ ഉയർന്നിരിക്കുന്നുവെന്നും സ്വർഗീയ കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് തൻ്റെ ചിന്തയെന്നും ദർഗാപ്രവേശനം അർത്ഥമാക്കുന്നു. ബലിയർപ്പണത്തിന് മുൻപായിട്ട് ദൈവത്തോടും സഹോദരങ്ങളോടും രമ്യതയിലായിരിക്കണം എന്ന കർത്തൃകൽപ്പന അനുസരിച്ചാണ് മത്തായിയുടെ സുവിശേഷം 5:23, 6, 12 ഈ വേദഭാഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും സമാധാന ചുംബനവും നടത്തുന്നത്. ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട്, പാപമോചന പ്രാർത്ഥന കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട്, ധൂപത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട്, ഇതാ അവസാനം അനാഫ്രായുടെ സമയത്ത്, ബലിയർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാന സമയത്ത് പരസ്പരം രമ്യതയിലായിരുന്നുകൊണ്ട് വേണം ഈ ബലി അർപ്പിക്കാൻ. തമ്മിൽ വിരോധമുള്ളവർ വെടിവെച്ച് രമ്യപ്പെട്ട് സ്വർഗീയ സമാധാനം കൈവരിക്കണം. അന്യോന്യം നിരപ്പാകാതെ ഈ യാഗത്തിൽ സംബന്ധിച്ചുകൂടാ. കടക്കാരനോട് ക്ഷമിക്കുവാൻ മനസ്സില്ലാത്തവൻ ഇനിയും നടക്കുന്ന രഹസ്യത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഈ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കുർബാനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തി എല്ലാവരോടും അനുരഞ്ജനപ്പെട്ടിരിക്കണം. അനുരഞ്ജനപ്പെടാതെ ഈ ബലിയിൽ സംബന്ധിക്കരുത്. അതുകൊണ്ട് ദേവാലയത്തിൽ നിൽക്കുന്നവരോടും ദേവാലയത്തിന് പുറത്തുള്ളവരോടും എല്ലാവരോടും അനുരഞ്ജനപ്പെടുന്നതിൻ്റെ അടയാളമായിട്ടാണ് പരസ്പരം സമാധാനം നൽകുന്നത്. മലങ്കര ആരാധനക്രമത്തിൽ സമാധാനം നൽകുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ കൈ എൻ്റെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ സമാധാനം നൽകുക. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ കൈ എൻ്റെ കൈക്കുള്ളിൽ നിൽക്കും. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ കരങ്ങൾക്കുള്ളിൽ എൻ്റെ കൈ ആയിരിക്കണം. കൈക്കുള്ളിൽ കൈകൾ വെച്ചുകൊണ്ടാണ് സമാധാനം നമ്മൾ പ്രത്യേകമായിട്ട് സ്വീകരിക്കുന്നത്. ഇങ്ങനെ സമാധാനം സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഹാൻഡ്സ് ആർ ദി എക്സ്റ്റൻഷൻ ഓഫ് ഹാർട്ട്. കൈകൾ ഹൃദയത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. എനിക്കൊരു കുഞ്ഞിനോട് താല്പര്യം തോന്നി, ഞാൻ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ തലോടി. സ്നേഹം കാണിക്കുന്നതിൻ്റെ അടയാളമാണ് ആ തലോട്. എന്നാൽ എനിക്കൊരാളോട് അരിശം തോന്നി, ഞാൻ കൈവച്ചൊരടി കൊടുത്തു. രണ്ടും കൈയുടെ പ്രവൃത്തിയാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ വികാരങ്ങൾ വ്യത്യസ്തമാണ്. സ്നേഹം തോന്നിയപ്പോൾ ഞാൻ തലോടിയതും അരിശം വന്നപ്പോൾ അടിച്ചതും രണ്ടും കൈയാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ ഭാവമാണ് കൈയിലൂടെ പ്രവർത്തിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ എൻ്റെ കൈക്കുള്ളിൽ ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ എൻ്റെ കൈ ആ വ്യക്തിയുടെ കൈക്കുള്ളിലാക്കുമ്പോൾ
എന്നെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ ദേവാലയത്തിൽ നിൽക്കുന്ന എല്ലാവരും പരസ്പരം ഹൃദയപൂർവ്വം സ്വീകരിച്ചുവെന്നും ദേവാലയത്തിന് പുറത്തുള്ളവരുമായും ആ വലിയ അന്ത്യജനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരുന്നതിനെയാണ് സമാധാന ശുശ്രൂഷ അർത്ഥമാക്കുന്നത്. അതിനുശേഷം തലവണങ്ങി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസ സമൂഹം തലവണങ്ങി നിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയാണ് ഇതിന് ശേഷം പ്രത്യേകമായിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുക. വിശുദ്ധ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാസായും പീലാസായും മൂടിയിരിക്കുന്ന പട്ടുതുണിയാണ് ശോശപ്പ എന്ന് പറയുക. അതിന് ആവരണം, മൂടി, തൂവാല എന്നൊക്കെ അർത്ഥമുണ്ട്. എൽദ തിരുനാൾ കാലത്ത് നക്ഷത്രത്തിൻ്റെ അടയാളമുള്ളതും ദർഹാക്കാലത്ത് പെന്തിക്കോസ്തിക്കും പ്രാവിൻ്റെ രൂപമുള്ളതും സ്ലീബാക്കാലത്ത് കുരിശിൻ്റെ രൂപമുള്ളതുമായ ശോശപ്പയാണ് സഭയിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. ശോശപ്പാമയിലുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികൻ ശോശപ്പ 3 പ്രാവശ്യം മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ച് ആഘോഷിക്കുന്നു. തദവസരത്തിൽ ശുശ്രൂഷകൻ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. ശോശപ്പ ഉയർത്തി ആഘോഷിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുന്നതും സ്വർഗീയ രഹസ്യങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതും സൂചിപ്പിക്കുന്നു. ഇവിടെ സ്വർഗവും ഭൂമിയും തമ്മിൽ സമ്മേളിക്കുകയാണ്. നാം സ്വർഗീയ ജെറുസലേമിലേക്ക് ആരോഹണം ചെയ്യുകയും സ്വർഗീയർ നമ്മുടെ ഇടയിലേക്ക് അവരോഹണം ചെയ്യുകയും ചെയ്യുകയാണ്. ഇക്കാരണത്തിലാണ് ശോശപ്പ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നത്. അതിനാലാണ് ശോശപ്പയെ യാക്കോബ് ബഥേലിൽ കണ്ട ഗോവേണിയോട് സദൃശ്യപ്പെടുത്തിയിരിക്കുക. ഉൽപ്പത്തി 28:12 അവിടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൃശ്യം യാക്കോബ് കാണുകയാണ്. ഈ ഗോവേണിയിലൂടെയാണല്ലോ മാലാഖമാർ ഭൂമിയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത്. ശോശപ്പ ആഘോഷ സമയത്ത് വൈദികൻ രഹസ്യമായി ചൊല്ലുന്ന പ്രാർത്ഥനയിലൂടെ ശോശപ്പ ഇസ്രായേൽക്കാർക്ക് വെള്ളം ഒഴുക്കിക്കൊടുത്ത പാറയോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഖ്യ 20:2-13 പാറയിൽ നിന്ന് ധാരാളം വെള്ളം ഒഴുക്കിയതുപോലെ ക്രിസ്തുവാകുന്ന ആത്മീയ പാറയിൽ നിന്ന് ദൈവകൃപയാകുന്ന ജീവജലം സഭയിലേക്ക് ധാരാളമായി ഒഴുകുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ കബറിടത്തിൽ വയ്ക്കപ്പെട്ട പാറയ്ക്ക് സദൃശ്യമാണ് ശോശപ്പ എന്നും പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഉയർപ്പ് സമയത്തുണ്ടായ ഭൂകമ്പത്തെയും ശോശപ്പായുടെ ചലനം സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ കബറിൽ വയ്ക്കപ്പെട്ട പാറ മാറിയപ്പോഴാണ് കർത്താവിൻ്റെ ഉയർപ്പ് യാഥാർത്ഥ്യമായത്. ശോശപ്പ മാറുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ആരാധനാ സമൂഹം ദർശിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് മറുപടിയായി ജനം ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: ഈ കുർബാന അനുഗ്രഹവും സമാധാനവും പെരിയും സ്തോത്രവുമാകുന്നു എന്ന്. ഇതിനുശേഷം പുരോഹിതൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ശ്ലൈഹിക ആശീർവാദം തൃത്വനാമത്തിൽ നൽകുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ ആശീർവാദം പൗലോസ്ലീഹ കോറിന്തോസുകാരെ അഭിവാദനം ചെയ്ത വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. 2 കോറിന്തോസ് 13-14 നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ബലിയർപ്പണം തൃത്വൈക ദൈവത്തിൽ കേന്ദ്രീകൃതമാണെന്നും തൃത്വനാമത്തിലുള്ള ഈ ആശീർവാദം സൂചിപ്പിക്കുന്നു. ശോശപ്പ തുറന്നതിലൂടെ സ്വർഗം തുറക്കപ്പെട്ടതായും ജെറുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം തുറക്കപ്പെട്ടതായും നമ്മൾ മനസ്സിലാക്കുന്നു. മദ്ബഹ സ്വർഗമാണെങ്കിൽ മദ്ബഹായ്ക്കുള്ളിൽ ത്രോണോസിൽ കർത്താവ് പ്രത്യേകമായി അധിവസിക്കുന്ന ആ ഹോളി ഓഫ് ഹോളീസ് അതിവിശുദ്ധ സ്ഥലം ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. ശോശപ്പ തുറക്കപ്പെട്ടതോടുകൂടി നേർക്കാഴ്ച, ദൈവമായിട്ടുള്ള നേർക്കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഇവിടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. സ്വർഗത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ ഇതാ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മളെല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹത്തിൻ്റെ ശ്രദ്ധയെ പുരോഹിതൻ പ്രത്യേകമായി ക്ഷണിക്കുന്നത്. ആ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ സ്വർഗീയ ചിന്തകളിലേക്ക് ഹൃദയത്തെ മനസ്സിനെയും ഉയർത്തുവാനായിട്ട് പുരോഹിതൻ ആഹ്വാനം ചെയ്യുകയാണ്. ഭയഭക്തിയോടുകൂടി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗീയ അനുഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിനുശേഷം പുരോഹിതൻ പ്രതീകാത്മകമായി സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതിനാൽ സ്വർഗീയരും ഭൗമികരും മാലാഖമാരും മനുഷ്യരും പ്രപഞ്ചം മുഴുവൻ ഒന്നുചേർന്ന് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുകയാണ്. മാലാഖമാരും പ്രപഞ്ചവും എല്ലാവരും ഒന്നുചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് അവരോട് ചേർന്ന്
നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗമാണ് മാലാഖമാരുടെ സ്തുതിപ്പ് എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചൊല്ലുന്നത്. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോബേന്മാരും ശ്രോപേന്മാരും ഔതുവേന്മാരും മൊറാബോസേന്മാരുമായ അദൃശ്യരും സംഖ്യാതീതരുമാവുന്ന സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനീയമായ വാക്കുകളാൽ ഇടവിടാതെ വിജയകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഏശയ്യാ പ്രവാചകനുണ്ടായ ദർശനം, ഏശയ്യാ 6:3, വെളിപാട് 4:8, യേശുവിൻ്റെ ജെറുസലേം പ്രവേശന സമയത്തെ ഓശാന ഗാനാലാപനവും, മത്തായി 21:9, ലൂക്ക 19:38, സങ്കീർത്തനങ്ങൾ 118, 26 ഇവ ഒന്നു ചേർന്നാണ് ഈ കീർത്തനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. സുറിയാനി പിതാക്കന്മാരുടെ ചിന്ത അനുസരിച്ച് ഏശയ്യ സ്വർഗീയ സിംഹാസനത്തിൽ കണ്ടത് പുത്രൻ തമ്പുരാനെയാണ്. ഈ കീർത്തനത്തിലൂടെ വിശുദ്ധ കുർബാനയുടെ സ്വർഗീയ ഭാവത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ മാലാഖമാരുടെ കൂടെ സ്വർഗീയ സിംഹാസനത്തിൻ്റെ അരികിൽ നിൽക്കുന്നതും സ്വർഗീയ അനുഭവത്തിൽ പങ്കാളികളാകുന്നതും ഈ ശുശ്രൂഷയെ അർത്ഥവത്താക്കുന്നു. പരിശുദ്ധനെന്ന് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതും ദൈവമായ കർത്താവ് എന്ന് 1 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതും ഏകദൈവം 3ആയി പ്രഘോഷിക്കപ്പെടുന്നു എന്ന് കാണിക്കാനാണ്. വിശുദ്ധ കുർബാനയുടെ അതിപ്രധാനമായ ഒരു സമയത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന വണ്ണം കർത്താവ് സിഹ്യോൻ മാളികയിൽ പ്രവേശിച്ച് അന്ത്യ അത്താഴ സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്ത് വാഴ്ത്തി തൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റി ശിഷ്യന്മാർക്ക് നൽകിയ സംഭവത്തെ ഈ സമയത്ത് സഭ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. പുരോഹിതൻ അപ്പം കയ്യിലെടുത്ത് പാപമില്ലാത്തവൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു, വാഴ്ത്തി, ശുദ്ധീകരിച്ചു, മുറിച്ചു, ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ അനുസ്മരണയിൽ മനുഷ്യാവതാര രഹസ്യങ്ങൾ മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പം എടുത്തു എന്നത് കന്യകയിൽ നിന്നും യേശു ജഡമെടുത്തതിനെയും സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്തു എന്നത് പിതാവിൻ്റെ അനുമതി യാചിച്ചതിനെയും വാഴ്ത്തി ശുദ്ധീകരിച്ചു എന്നത് തൻ്റെ ശരീരം ലോകർക്ക് വേണ്ടി ശുദ്ധീകരിച്ചു എന്നതിനെയും മുറിച്ചു എന്നത് തൻ്റെ കഷ്ടാനുഭവത്തെയും കുരിശുമരണത്തെയും തൻ്റെ ശരീരം ലോകത്തിനായി നുറുക്കപ്പെട്ടതിനെയും ശിഷ്യർക്ക് നൽകി എന്നത് വിശ്വാസികൾക്ക് ഭരമേൽപ്പിച്ചു എന്നതിനെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു എന്നീ 4 പ്രയോഗങ്ങൾ വഴി വിശുദ്ധ കുർബാന ഒരു അനുസ്മരണം മാത്രമല്ല, ഒരു അനുഷ്ഠാനം കൂടിയാണെന്ന് സൂചിപ്പിക്കുന്നു. കുർബാനയെ മുഴുവനായി ഈ 4 പദങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. പുരോഹിതൻ വീഞ്ഞെടുത്ത് വീണ്ടും ഇപ്രകാരം ചൊല്ലുന്നു, അപ്രകാരം കാസായും എടുത്ത് സ്തോത്രം ചെയ്തു, വാഴ്ത്തി, ശുദ്ധീകരിച്ചു, വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് കൽപ്പിച്ചു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതൊന്നും പാനം ചെയ്യുവീൻ, ഇത് എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എന്നതുകൊണ്ട് യേശു തൻ്റെ രക്തം ചിന്തിയത് എല്ലാവർക്കും വേണ്ടിയാണെന്നും മനുഷ്യവംശത്തിന് മുഴുവൻ വേണ്ടിയാണെന്നും സൂചിപ്പിക്കുന്നു. അനേകർക്ക് വേണ്ടി എന്നതിലൂടെ ലോകാവസാനം വരെയുള്ള ധാരാളം ആളുകൾ ഇതിൽ നിന്ന് ഫലം ഉൾക്കൊള്ളണം എന്നും അർത്ഥമാക്കും.
ചിന്തപ്പെടുന്നു എന്ന പദത്തിലൂടെ ബലിപീഠത്തിൽ അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ രക്തത്തെ സൂചിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ കാൽവരിയിലെ രക്തം ചിന്തലിനെയും കുരിശുമരണത്തെയും ഇത് അനുസ്മരിക്കുന്നു. അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമാക്കി നൽകുന്നത് ഒന്നാമതായി പാപമോചനത്തിനും രണ്ടാമതായി നിത്യജീവനും വേണ്ടിയാണെന്നും ഈ വിവരണം പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. അന്ത്യത്താഴത്തിന് ശേഷം യേശു ശിഷ്യരോട് കൽപ്പിച്ചു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. വിശുദ്ധകുർബാനയുടെ സ്ഥാപന വചനങ്ങൾക്ക് ശേഷം പുരോഹിതൻ ഈ കൽപ്പന പ്രത്യേകം അനുസ്മരിച്ച് ഏറ്റുപറയുന്നുണ്ട്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ഇത് എന്നതിലൂടെ പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യ സൃഷ്ടി മുതൽ അബ്രഹാമിൻ്റെ വിളി മുതൽ പഴയ നിയമ സംഭവങ്ങളിലൂടെ മുന്നേറി യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, മരണം, കബറടക്കം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തിക്കൊസ്തി, രണ്ടാമത്തെ വരവ്, ഇവയെല്ലാം ഓർമ്മിക്കുവാൻ കർത്താവ് കൽപ്പിക്കുകയാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഓർമ്മിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ അത് അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയുമാണ് ചെയ്യുന്നത്. ആരാധനയുടെ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങൾ അടയാളത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും അനുസ്മരിക്കുമ്പോൾ അത് വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമായി തീരുകയും ഫലദായമായി തീരുകയും ചെയ്യും. അങ്ങനെ ഈ രക്ഷാകര ചരിത്രത്തിന് അനുസ്മരണം വഴി യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങൾ നാം പങ്കുപറ്റുകയും അതിൻ്റെ ഫലം നാം പ്രാപിക്കുകയും ചെയ്യും. അതിനുശേഷം പുരോഹിതൻ കാസായുടെയും പീലാസായുടെയും ഇടതുവശത്തിരിക്കുന്ന സ്പൂണ് പുരോഹിതനെടുത്ത് ആദ്യം കാസായിലും തൊട്ടുകൊണ്ട് പീലാസായിലേക്ക് തൊടുന്നു, മുകളിൽ നിന്ന് താഴേക്ക്. അതിൻ്റെ അർത്ഥം സ്വർഗത്തിലായിരുന്ന ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തതിനെ സൂചിപ്പിക്കുന്നു. പീലാസായിൽ തൊട്ടുകൊണ്ട് വീണ്ടും തബലിത്തായിലേക്ക് സ്പർശിക്കുന്ന വഴിയായിട്ട്, തൊടുന്ന വഴിയായിട്ട് മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി ആദാമിൻ്റെ സന്തതി പരമ്പരയെ മുഴുവൻ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോയതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ സ്പൂൺ മുകളിലേക്ക് ഉയർത്തുന്ന വഴി അത് അർത്ഥമാക്കും. അതിനുശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നതിനായിട്ട് അവൻ മിന്നൽ പിണറിൻ്റെ വേഗത്തിൽ വീണ്ടും വരും എന്ന് സൂചിപ്പിക്കാനായി സ്പൂണ് ജനങ്ങളെ വീശി കാണിക്കുന്നു. അതിനുശേഷം ഈ സ്പൂണ് കാസായുടെയും പീലാസായുടെയും വലതുഭാഗത്തായിട്ട് പ്രത്യേകമായിട്ട് വയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം ന്യായവിധിയിൽ ക്രിസ്തു പിതാവിന് വലതുഭാഗത്ത് ഇരിക്കുന്നതിന് ഇത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. തുടർന്നാണ് റൂഹാക്ഷണ പ്രാർത്ഥന നമ്മൾ കാണുക. പൗരസ്ത്യ ദർശനമനുസരിച്ച് എല്ലാ കൂദാശകളും പൂർത്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവോടെയാണ്. പരിശുദ്ധ രഹസ്യങ്ങളുടെ മേൽ പുരോഹിതന് കൈകൾ ആഘോഷപൂർവ്വം ചലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ, ഈ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ എന്ന് പുരോഹിതൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തി അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി പൂർത്തീകരിക്കുന്ന നിമിഷമാണിത്. ഈ ഭാഗത്തെ ഏലിയായുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. 1 രാജാക്കന്മാർ 18-38 വാക്യങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഏലിയ പറയാതെ ഇനിയും മഴ പെയ്യുകയില്ല എന്നുള്ള വലിയൊരു പ്രഖ്യാപനം അവിടെ ഉണ്ടായി. ഏലിയ പാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയാണ്. ബലിപീഠമുണ്ടാക്കി കാളയെ അറുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ യഹോവയോടും പ്രാർത്ഥിക്കാം. ഏത് ദൈവമാണ് അഗ്നി ഇറക്കി ബലിവസ്തു ദഹിപ്പിക്കുന്നത്? ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. അങ്ങനെ ഏലിയ ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. ബാലിൻ്റെ 450 പ്രവാചകന്മാരും മറ്റ് 400 പ്രവാചകന്മാരും ഒന്നിച്ചുകൂടി. അവർ ബലിപീഠം പണിതു, ബലിപീഠത്തിന് മേൽ കാളയെ അറുത്തു വെച്ചു, ഒരു മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. പക്ഷേ അഗ്നി ഇറങ്ങി ബലിവസ്തു ദഹിപ്പിച്ചില്ല. എന്നാൽ മറുവശത്ത് ഏലിയ ബലിപീഠം പണിതു, കുഴിയാലിൽ വെള്ളം നിറച്ചു, ബലിപീഠത്തിന് മേൽ കാളയെ അറുത്തു വെച്ചു, കരങ്ങൾ ഉയർത്തി കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് ഏലിയ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ബലിവസ്തു ദഹിപ്പിച്ചു, കുഴിയാലിലെ വെള്ളം വറ്റിച്ചു. ഇതുപോലെ പുരോഹിതൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ അപ്പത്തിൻ്റെ മേലും വീഞ്ഞിൻ്റെ മേലും അഗ്നി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി ഈ അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കി മാറ്റുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി ഈ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തമാക്കി മാറ്റുന്ന നിമിഷമാണിത്. കർത്താവേ
എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കട്ടെ. ആമേൻ. അവനീ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയെ തുബ്ദേൻ എന്നാണ് സുറിയാനിയിൽ പറയുന്നത്. എന്നാൽ വീണ്ടും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവ് കാഴ്ചവസ്തുക്കളിൽ മാത്രമല്ല വിശ്വാസിയുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും വന്ന് പ്രവർത്തിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ തിരുശരീരങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുള്ളതിനാലാണ് റൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുക. ശുശ്രൂഷ ഉറക്കം ചൊല്ലുന്ന 6 പ്രാർത്ഥനകളും പുരോഹിതൻ രഹസ്യമായും പരസ്യമായും ചൊല്ലുന്ന 12 പ്രാർത്ഥന ഉൾപ്പെടെയാണ് 18 പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉള്ളത്. ആദ്യത്തെ 3 പ്രാർത്ഥനകൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും അതിനുശേഷമുള്ള 3 പ്രാർത്ഥനകൾ മരിച്ചവർക്ക് വേണ്ടിയുമുള്ളതാണ്. ആദ്യത്തെ 3 പ്രാർത്ഥനയിൽ സഭയെ നയിക്കുന്നവർ, വിശ്വാസികൾ, ഭരണാധികാരികൾ എന്നിവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. 4, 5, 6 പ്രാർത്ഥനകളിൽ ദൈവമാതാവിനെയും സത്യവിശ്വാസം പഠിപ്പിച്ച പിതാക്കന്മാരെയും മരിച്ചുപോരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അപേക്ഷകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിസ്തുർബാനയിൽ തൃത്വത്തിൻ്റെ ആശീർവാദത്തോടുകൂടി ഈ ഭാഗം സമാപിക്കുകയാണ്. കാർമ്മികൻ സമാധാനം ആശംസിച്ച് മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ നാമത്തിൽ ജനത്തെ ആശീർവദിക്കുകയാണ്. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോ നേ നിൻവാതിൽ. വിശുദ്ധ കുർബാനയുടെ 4ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപാടിൻ്റെ ചരിത്രം പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി പഴയ നിയമത്തിലൂടെ തുടർന്ന് യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം എല്ലാം നമ്മൾ അനുസ്മരിച്ചു കഴിഞ്ഞു. ഈ 4ാം ഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും അതിനുശേഷമുള്ള സംഭവങ്ങളുമാണ്. 4ാം ഭാഗത്തെ ബലി വിരുന്ന് എന്നാണ് പ്രത്യേകമായിട്ട് പറയുക. വിശുദ്ധ കുർബാനയിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ മുതൽ സമാധാന ആശീർവാദം വരെയുള്ള ഭാഗത്തെയാണ് ബലി വിരുന്ന് എന്ന് പ്രത്യേകമായിട്ട് പറയുക. ഈ സമയത്ത് തുബ്ദേന് ശേഷം മറ ഇട്ടുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുക. വിശുദ്ധ കുർബാനയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ മുതൽ സമാപന ആശീർവാദം വരെയുള്ള സമയമാണ് ബലി വിരുന്ന് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പരസ്യ ശുശ്രൂഷയിൽ മറ തുറന്നതിന് ശേഷം കർത്താവിൻ്റെ ജനനം പറഞ്ഞുകൊണ്ട് പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് മറ തുറന്നതിന് ശേഷം മറ വീണ്ടും ഇടുന്നത്, മറ അടയ്ക്കുന്നത് ഇപ്പോഴാണ്. തുബ്ദേൻ ചൊല്ലിയതിന് ശേഷം അൻപടിയോൻ എന്ന ഗാനം ആലപിക്കുന്ന സമയത്ത് മറ ഇടുകയാണ്. രഹസ്യമായി മറയ്ക്കുള്ളിൽ പുരോഹിതൻ പ്രത്യേകമായ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. മറ ഇട്ടതിനെ എന്താണ് അർത്ഥമാക്കുക? ഇവിടെ പ്രത്യേകമായിട്ട് പുരോഹിതൻ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും അനുസ്മരിക്കുകയാണ്. അതായത് പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി അബ്രഹാമിൻ്റെ വിളിയിലൂടെ തുടർന്ന് യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, മരണം പ്രത്യേകമായിട്ട് ഇവിടെ അനുസ്മരിക്കുകയാണ്.
യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ് ഇവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. തിരുശരീരം മുറിക്കുകയും അത് പീലാസായിൽ ക്രമപ്പെടുത്തി വയ്ക്കുകയും തിരുശരീരവും തിരുരക്തവും തമ്മിൽ കലർത്തുകയും ചെയ്യുന്ന അതിപ്രധാനമായ ശുശ്രൂഷയാണ് മറയ്ക്കുള്ളിൽ രഹസ്യാത്മകമായി ഈ സമയത്ത് കാർമ്മികൻ നിർവഹിക്കുന്നത്. ഇതിനെ അപ്പം മുറിക്കൽ ശുശ്രൂഷ അഥവാ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ എന്നും പറയുന്നു. ഈ സമയത്ത് അൻപടയോനെ നിൻവാതിൽ അല്ലെങ്കിൽ സ്രാപ്പുകളെ കണ്ടേശായ നീതിജ്ഞൻ ദാതാ കാണുക തുടങ്ങിയ ഗാനങ്ങൾ ആലപിക്കുന്നു. കാർമ്മികൻ തിരുശരീരം കയ്യിലെടുത്ത് ഉയർത്തി രണ്ടായി മുറിക്കുന്നത് വഴി വചനമായ ദൈവം സത്യമായി ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചെന്നും കുരിശിൽ ബലികഴിക്കപ്പെട്ടെന്നും ശരീരം നുറുക്കപ്പെട്ടെന്നും പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനെ അപ്പം മുറിക്കുന്നത് അർത്ഥമാക്കുന്നു. മുറിക്കപ്പെട്ട തിരുശരീരം പീലാസായിൽ ക്രമീകരിക്കുന്നത് പഴയ നിയമത്തിൽ ദഹനയാഗം അനുസരിച്ച് അറുക്കപ്പെട്ട മൃഗത്തെ ബലിപീഠത്തിൽ ക്രമീകരിക്കുന്നതിനോട് സാമ്യപ്പെടുത്തുന്നു. മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ ഒരു ഭാഗം തിരുരക്തത്തിൽ മുക്കി അപ്പത്തിൻ്റെ മുറിക്കപ്പെട്ട ഭാഗത്ത് പുരട്ടുന്നതിലൂടെ മുറിക്കപ്പെട്ട ശരീരം അവിടുത്തെ രക്തത്താൽ നനഞ്ഞുവെന്നും അവിടുന്ന് രക്തം ചിന്തി മരിച്ചുവെന്നും അർത്ഥമാക്കും. അവസാനം 3 പ്രാവശ്യം തിരുരക്തം തിരുശരീരത്തിൽ പുരട്ടി യോജിപ്പിക്കുന്നതിലൂടെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. കാരണം രക്തം ആത്മാവാണ്. ലേവ്യർ 17:11. ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. ക്രിസ്തു മരിച്ചുവിൽ നിന്ന് ഉയർത്തപ്പോൾ ആത്മാവ് ശരീരത്തോട് ചേർന്നു. ഇതു മുതൽ കർത്താവിൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. ചുരുക്കത്തിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ യേശുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, പുനരുത്ഥാനം എന്നീ രക്ഷാകര രഹസ്യങ്ങളെ കാർമ്മികൻ മറയ്ക്കുള്ളിൽ പ്രതീകാത്മകമായി അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രതീകങ്ങളിലൂടെ രഹസ്യാത്മകമായിട്ടാണ് വൈദികൻ അനുഷ്ഠിക്കുന്നത്. ഈ രഹസ്യാത്മകതയെ സൂചിപ്പിക്കുവാനായിട്ടാണ് മറയിടുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശു മരണ സമയത്ത് 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചതിലൂടെ പ്രകൃതി പോലും യേശുവിൻ്റെ കുരിശുമരണം നേരിൽ കാണാതെ മറഞ്ഞു നിന്നതിനെ മറയിടുന്നത് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ മരണം അനുസ്മരിക്കുന്നതിലൂടെ അവൻ്റെ ജീവിതത്തിന് തിരശ്ശീല വീണു എന്ന് നമ്മൾ പറയാറുണ്ട്. കർത്താവിൻ്റെ ചരിത്രപരമായ ജീവിതം ഇവിടെ അവസാനിച്ചു എന്നതിനെ സൂചിപ്പിക്കാനും മറയിടുന്നത് അർത്ഥമാക്കുന്നു. ബാറക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും സർവശക്തനുമാവുന്ന ദൈവമേ, അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം മറ നീക്കിക്കൊണ്ട് കാർമ്മികൻ കത്തുപ്രാർത്ഥനയ്ക്കായി ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഉച്ചത്തിൽ ചൊല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് ആരംഭമിടുകയാണ്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. കുരിശിൽ മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിയ യേശു പാതാളത്തിലുള്ള ആദാമിനെയും ആദാമിൻ്റെ സന്തതി പരമ്പരകളെയും കൈക്ക് പിടിച്ച് പർദീസായിൽ ദൈവസന്നിധിയിലേക്ക്, സ്വർഗപിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മനുഷ്യവംശത്തിന് സ്വർഗപ്രവേശനം ലഭിച്ചതിന് വലിയ സന്തോഷത്തിൽ ആദാവും ആദാവിൻ്റെ സന്തതി പരമ്പരകളും യേശുവിനോട് ചേർന്ന് പിതാവായ ദൈവത്തെ യേശു പിതാവിനെ വിളിച്ച് അതേ വാക്കുപയോഗിച്ച് ആബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം പിതാവിനെ ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നത്. മറയ്ക്കുള്ളിൽ കർത്താവിൻ്റെ കുരിശുമരണ ഉത്ഥാനവും അനുസ്മരിച്ച ശേഷം മറ നീക്കുന്നത് സ്വർഗം തുറക്കുന്നതിനെയും ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെയും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. കത്തുപ്രാർത്ഥനയ്ക്ക് ശേഷം തലവണി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ആശീർവാദ പ്രാർത്ഥന പുരോഹിതൻ നിർവഹിക്കുകയാണ്. അതിനുശേഷം പുരോഹിതൻ സമാധാന ആശംസകൾ നൽകുന്നുണ്ട്. മറ നീക്കിയതിന് ശേഷം പട്ടക്കാരൻ നൽകുന്ന 1ലധികം സമാധാന ആശംസകൾ നമ്മുടെ കർത്താവ് ഉയർപ്പിന് ശേഷം പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനം ആശംസിച്ചതിനെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. 3ാമത്തെ ആശീർവാദത്തിലൂടെ സ്വർഗാരോഹണ സമയത്ത് യേശു ശിഷ്യന്മാരെ
ഒലിവുമലയിലേക്ക് കൊണ്ടുപോയി തൻ്റെ തൃക്കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചതിനെയും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. അതിനുശേഷം പുരോഹിതൻ കാസായും പീലാസായും മുകളിലേക്ക് ഉയർത്തി തിരുശരീരക്തങ്ങൾ ആഘോഷിക്കുന്ന സമയമാണ്. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടുപ്പുള്ളവർക്കായി നൽകപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പീലാസ എടുത്ത് മുകളിലേക്ക് ഉയർത്തി ആഘോഷിക്കുകയാണ്. ഇപ്രകാരം തിരുശരീരവും തിരുരക്തവും ഉയർത്തി ആഘോഷിക്കുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. സ്വർഗാരോഹണ സമയത്ത് 2 മാലാഖമാർ ഇരുവശത്തായി കാണപ്പെട്ടതിനെ അനുസ്മരിപ്പിക്കത്തക്കവണ്ണം കാർമികൻ്റെ ഇരുവശത്തും 2 മെഴുകുതിരികൾ കത്തിച്ച് ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യം സഭയിലുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1:10 നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ കുർബാന വിശുദ്ധിയിലേക്കുള്ള ഒരു ക്ഷണം കൂടിയാണ് വൈദികൻ ഈ ആഹ്വാനത്തിലൂടെ അർത്ഥമാക്കുന്നു. ഈ വിരുന്ന് വിശുദ്ധിയും വെടുപ്പുള്ളവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ പരിശുദ്ധനില്ല എന്ന് ചൊല്ലിക്കൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ ബലഹീനത ഏറ്റുപറയുന്നു. ഏറ്റുപറച്ചിൽ വിശുദ്ധ കുർബാനയാകുന്ന വിരുന്നിൽ സംബന്ധിക്കുവാൻ വിശ്വാസികൾക്ക് യോഗ്യത ലഭിക്കുകയാണ്. സ്വർഗാരോഹണത്തിലൂടെ ക്രിസ്തുവിൻ്റെ ചരിത്രപരവും നേരിട്ടുള്ളതുമായ സാന്നിധ്യം നഷ്ടമായെങ്കിലും കൂടുതൽ യഥാർത്ഥമായൊരു പുതിയ സാന്നിധ്യം പരിശുദ്ധാത്മാ മുഖേന നമുക്ക് ലഭിച്ചു. ഈ പുതിയ സാന്നിധ്യത്തിൻ്റെ പരമോന്നത അവസ്ഥയാണ് വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യം. ദൈവപുത്രൻ്റെ സാന്നിധ്യമുള്ളിടത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ്. ഇക്കാരണത്താലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോട് കൂടെ എന്ന് പൂജാപാത്രങ്ങൾ 2 കരങ്ങളിലും കുരിശാകൃതിയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വൈദികൻ ഏറ്റുപറയുന്നത്. ഇപ്രകാരം വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ സജീവ സാന്നിധ്യത്തെ കാർമികൻ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഈ തൃത്വ രഹസ്യത്തിൽ ഭാഗഭാക്കാകുവാൻ യോഗ്യരാകുന്നതിന് വേണ്ടിയുള്ള ക്ഷണമായി നമുക്ക് ഈ പ്രാർത്ഥനയെ മനസ്സിലാക്കാം. പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായി വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ ത്രോണോസിൽ സന്നിഹിതമായിരിക്കുന്ന അവസരത്തിൽ തൃത്വൈക ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കുകയും അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയുമാണ് കുക്കുലിയോൻ എന്ന് പറയുന്ന ധൂവപ്രാർത്ഥനയോടെ ചെയ്യുന്നത്. കുക്കുലിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വൃത്തമെന്നാണ്. ഒരു വട്ടം പൂർണ്ണമായി ചൊല്ലുന്ന പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം. സങ്കീർത്തനങ്ങളുടെ മധ്യേ ഹാലേലുയ എന്ന് ചേർത്ത് പാടുന്ന രീതിയാണ് കുക്കുലിയോനിലുള്ളത്. പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധന്മാർ, പരേതരായ ആചാര്യന്മാർ, പരേതരായ വിശ്വാസികൾ, വിശുദ്ധ സ്ലീബ എന്നിങ്ങനെ 5 കുക്കുലിയോനുകളാണ് പ്രത്യേകിച്ച് മലങ്കര സഭയിൽ ഉള്ളത്. കുക്കുലിയോന് ശേഷം മറ അടയ്ക്കുന്ന നിമിഷമാണിത്. നമുക്കറിയാം, കർത്താവിൻ്റെ ഉത്ഥാന സമയത്ത് മറ തുറക്കപ്പെട്ടു. അതിനുശേഷം മറയിടുന്നത് ഈ കുക്കുലിയോന് ശേഷമാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ പ്രത്യേകമായിട്ട് ഇത് സൂചിപ്പിക്കുകയാണ്. കർത്താവ് ഭൂമിയിൽ ഉത്ഥാനം ചെയ്ത് 40 ദിവസം ഭൂമിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എന്നേക്കുമായി കരയേറിയതിനെ പ്രത്യേകമായിട്ട് ഇത് സൂചിപ്പിക്കുകയാണ്. പുരോഹിതൻ മറയ്ക്കുള്ളിൽ ത്രോണോസിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കും. പ്രത്യേകമായിട്ട് 4-ാം ഭാഗത്ത് മറ തുറക്കുന്ന നിമിഷമാണിത്. മറ തുറക്കുമ്പോൾ പുരോഹിതൻ കയ്യിൽ കാസായും പീലാസായും ഏന്തി ജനങ്ങൾക്ക് നേരെ വരികയാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ ഇത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. കാർമീൻ ആഘോഷമായി പടിഞ്ഞാറോട്ട് കാസായും പീലാസായും എടുത്തുകൊണ്ട് വരുമ്പോൾ പള്ളിമണികൾ മുഴങ്ങുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിലെ കാഹളനാദത്തെ സൂചിപ്പിക്കുന്നു. ഇരുവശങ്ങളിലും കത്തിച്ച തിരികളുമായി നിൽക്കുന്ന ശുശ്രൂഷകർ കർത്താവിൻ്റെ 2ാമത്തെ വരവിലെ മാലാഖമാരുടെ അകമ്പടിയെ സൂചിപ്പിക്കുന്നു. ശുശ്രൂഷകരുടെ വെള്ളവസ്ത്രം പരിശുദ്ധന്മാരുടെ നിലയങ്കിയെയും മഹത്വത്തിൻ്റെ വസ്ത്രത്തെയും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. പുരോഹിതൻ കയ്യിൽ കാസായും പീലാസായും ഏന്തി ജനങ്ങൾക്ക് നേരെ കടന്നു വന്ന് ഒരുങ്ങിയിരിക്കുന്നവരൊക്കെ അവനോടൊത്ത് മണവറയിൽ പ്രവേശിച്ചു അവരെ കുർബാന സ്വീകരണത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന
ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ ജെറുസലേമിൽ അവൻ ഒരുക്കിയിരിക്കുന്ന ആ വലിയ വിരുന്നിലേക്ക് രണ്ടാമത്തെ വരവിലൂടെ മനുഷ്യവംശത്തെ ക്ഷണിക്കുകയാണ്. ഓരോ കുർബാന സ്വീകരണവും സ്വർഗീയ ജെറുസലേമിൽ നാം സ്വീകരിക്കാൻ പോകുന്ന വലിയ വിരുന്നിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവിടുത്തോടൊപ്പമുള്ള നിത്യവിരുന്നിൻ്റെ മുന്നാസ്വാദനമായിട്ടാണ് ഓരോ വിശുദ്ധ കുർബാനയെയും നാം കാണുന്നു. ധൂർത്തപുത്രന് വേണ്ടി പിതാവ് ഒരുക്കിയിരിക്കുന്ന സദ്യയായും സ്വർഗീയ മണവാളൻ മണവാട്ടിയെ സഭയ്ക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവും കൊണ്ട് ഒരുക്കിയ വിവാഹ വിരുന്നായും വിശുദ്ധ കുർബാന സ്വീകരണത്തെ പ്രത്യേകമായി മനസ്സിലാക്കുന്നു. ഏഷ്യ ദീർഘദർശിക്ക് അവൻ്റെ മാലിന്യം നീക്കപ്പെടുന്നതിനും പാപം ക്ഷമിക്കപ്പെടുന്നതിനും വേണ്ടി സറാഫുകളൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് തീക്കനൽ നൽകുന്നത് പോലെയാണ് തിരുശരക്തങ്ങളാകുന്ന തീക്കട്ട പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി വിശ്വാസികൾക്ക് നൽകപ്പെടുന്നത്. ഏശയ്യ 6:6-7 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ കുർബാന ജനത്തിന് കൊടുത്തതിന് ശേഷം പുരോഹിതൻ വീണ്ടും ത്രോണസിലേക്ക് പോയി കാസായും പീലാസായും എടുത്തുകൊണ്ട് രണ്ടാമത് വീണ്ടും ജനത്തിനു നേരെ പ്രദക്ഷിണമായി കടന്നു വരുന്നു. രണ്ടാമത്തെ വരവിലുള്ള അന്ത്യവിധി ഇത് സൂചിപ്പിക്കുന്നു. അവൻ കോലാടുകളെ ചെമ്മരിയാടുകളിൽ നിന്ന് വേർതിരിക്കും. പിന്നെ തിന്മ ചെയ്തൊരു ഇടതുവശത്തേക്കും നന്മ ചെയ്തൊരു വലതുവശത്തേക്കും അന്ത്യവിധിയിൽ അവൻ മാറ്റും. പുരോഹിതൻ കയ്യിൽ നിന്ന് കാസായും പീലാസായും ഇടത്തോട്ടും വലത്തോട്ടും മാറ്റുന്നത് ഈ അന്ത്യവിധിയെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. വിധിക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവരെ തന്നോടൊപ്പം പിതാവിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് ദിവ്യരഹസ്യങ്ങളുമായി കാർമികൻ ത്രോണോസിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഇവിടെ എല്ലാവരും ചേർന്ന് യേശു ക്രിസ്തുവിനെ ഭൂവാകെ നമിക്കും എന്ന് പാടിക്കൊണ്ട് യേശുവിനെ സ്തുതിക്കുകയാണ്. തിരുശരീരക്തങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കിയ കരുണയ്ക്കായി കാർമികൻ കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രക്ഷണീയ കർമ്മം പൂർത്തീകരിച്ച പുത്രൻ തമ്പുരാനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പുരോഹിതൻ രണ്ടാമത്തെ പ്രാർത്ഥനയും ചൊല്ലുന്നു. അതിനുശേഷം സമാപന ആശീർവാദത്തോടുകൂടി വിശുദ്ധ കുർബാന സമാപിക്കുകയാണ്. സമാപന ആശീർവാദത്തിന് മുൻപായി ഹൂത്തോമോ മുദ്രവയ്ക്കൽ, ഉറപ്പിക്കൽ എന്നൊക്കെയാണ് ഈ സുറിയാനി വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാനയുടെ സംസർഗത്തിലൂടെ നാം ദൈവവുമായി ഉടമ്പടി ചെയ്യുകയാണ്. അനുദിന ജീവിതത്തിൽ നാം ദൈവവുമായി ചേർന്ന് ജീവിച്ചു കൊള്ളാമെന്ന് മുദ്രയിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗാനം ചൊല്ലുന്നത്. അവസാനമായി പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും അർഹരാക്കി വിശുദ്ധ കുർബാനയാകുന്ന യാത്രാഭക്ഷണത്തോടുകൂടി വിശ്വാസികളെ കാർമികൻ പറഞ്ഞയക്കുകയാണ്. ബലഹീനനായ തനിക്ക് വേണ്ടിയും എപ്പോഴും പ്രാർത്ഥിക്കണമേ എന്ന് പുരോഹിതൻ ആരാധക സമൂഹത്തോട് അപേക്ഷിക്കുന്നു. ആശീർവാദത്തിന് ശേഷം മറയിടുന്നത് വഴി ലോകസമയം അവസാനിച്ചെന്നും പുതിയ ലോകം ആരംഭിച്ചുവെന്നും ഇത് സൂചിപ്പിക്കുന്നു. ആശീർവാദം കഴിഞ്ഞ് മറയിട്ട ശേഷം കാർമികൻ ത്രോണോസിന് മുൻപാകെ മുട്ടുകുത്തി രഹസ്യപ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം കാസായാലും പീലാസായാലുമുള്ള തിരുരക്തങ്ങൾ ഉൾക്കൊള്ളുകയും പാത്രങ്ങൾ വെടിപ്പാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പുരോഹിതൻ 3 പ്രാവശ്യം ബലിപീഠം ചുംബിച്ചുകൊണ്ട് വിടവാങ്ങൽ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ കുർബാന അവസാനിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവസാനം പുരോഹിതൻ്റെ കരങ്ങളോ സ്ലീബായോ മുത്തി വിശ്വാസികൾ ഭവനങ്ങളിലേക്ക് പിരിഞ്ഞു പോകുന്നു. വെളിപാടിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ വിശുദ്ധ ലിഖിതമായെന്നും അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും ആഘോഷിച്ചപ്പോൾ വിശുദ്ധ കുർബാനയായി എന്ന് നമ്മളെ പഠിച്ചു. യേശുവിൽ പൂർണ്ണമായി വെളിപാടിൻ്റെ ചരിത്രം അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും ആഘോഷിച്ചത്, അനുസ്മരിച്ചതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ കണ്ടത്. വിശുദ്ധ കുർബാനയിലെ ഒരു 4 ലൈൻ ഗാനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നാഥാ നിൻ ജനനം സ്നാനം പീഡ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമെന്നിവയെയും
ആദിപിതാക്കളെയും ഞങ്ങൾ ഓർത്തിടും നീയാഗത്തിൽ. നാഥ, നിന്റെ ജനനം, സ്നാനം, പീഡ, ക്രൂശ്, മൃതയുത്ഥാനം, സ്വർഗാരോഹണം ഇവയെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഉണ്ടോ? കർത്താവ് ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള പെന്തിക്കോസ്തിലെ സംഭവങ്ങളെല്ലാം അനുസ്മരിക്കും. ഇത് പറയുകയാണ്, ആദിപിതാക്കളെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ആദാം മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരെയും അനുസ്മരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി അബ്രഹാമിൻ്റെ വിളിയിലൂടെ തുടർന്ന് പഴയ നിയമത്തിലൂടെ വളർന്ന് യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, മാമോദീസ, പീഡാനുഭവം, കുരിശുമരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പെന്തിക്കോസ്തി, രണ്ടാമത്തെ വരെയുള്ള എല്ലാ സംഭവങ്ങളും അത് അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും ആഘോഷിച്ചപ്പോൾ, അനുസ്മരിച്ചപ്പോൾ അത് വിശുദ്ധ കുർബാനയായി. മലങ്കര കുർബാനയിൽ, അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള മലങ്കര കുർബാനയിൽ ഇത് ചരിത്രപരമായി തുടർച്ചയായി അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് ഇതിലൂടെ പ്രത്യേകമായിട്ട് മനസ്സിലായി. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകാവസാനം വരെയുള്ള ഈ രക്ഷാകര സംഭവങ്ങളെയാണ്, യേശുവിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രത്തെയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി അനുസ്മരിക്കാൻ പറഞ്ഞതിലൂടെ അർത്ഥമാക്കുക. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി അനുസ്മരിക്കുക എന്ന് പറഞ്ഞതിലൂടെ പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകാവസാനം വരെയുള്ള ഈ വെളിപാടിൻ്റെ ചരിത്രം അനുസ്മരിക്കണം, ആഘോഷിക്കണം എന്നാണ് കർത്താവ് അർത്ഥമാക്കിയത്. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എന്തു മനോഭാവത്തോടു കൂടിയാണ് പോകേണ്ടത്? ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ ചെന്നതിനെ അത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, പുരോഹിതൻ നമസ്കാര സമയത്ത് കറുത്ത കുപ്പായം ഇട്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുക. ഈ കറുത്ത കുപ്പായം എന്തിനെയാണ് സൂചിപ്പിക്കുക? ധൂർത്തപുത്രൻ ഇട്ട മലിന വസ്ത്രത്തെ ഈ കറുത്ത കുപ്പായം സൂചിപ്പിക്കുന്നുണ്ട്. ഒരാഴ്ചക്കാലം നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിലെ മലിനതകളിലെല്ലാം ചവിട്ടി നടന്ന് ധൂർത്തപുത്രനെ പോലെ ദൈവഭവനം വിട്ടുപേക്ഷിച്ച് തിന്മയിലും പാപത്തിനുമൊക്കെ ജീവിച്ച് അവിടുത്തെ ഞായറാഴ്ച വീണ്ടും നമ്മൾ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. ആ പടിഞ്ഞാറേ വാതിൽക്കൽ വന്ന് നാം ദേവാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സ്വർഗീയ പിതാവ് നമ്മളെ വന്ന് ആലിംഗനം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രം നമ്മുടെ പകരക്കാരനായിട്ട് പുരോഹിതൻ ഇട്ടിരിക്കുകയാണ്. പുരോഹിതൻ ഇട്ടിരിക്കുന്ന കറുത്ത വസ്ത്രം വിശ്വാസം എല്ലാവരും ഇട്ടിട്ടുണ്ട് പ്രതീകാത്മകമായി. അപ്പോൾ പുരോഹിതൻ ഇട്ടിരിക്കുന്ന കറുത്ത വസ്ത്രം ധൂർത്തപുത്രൻ ഇട്ട മലിന വസ്ത്രത്തിൻ്റെ പ്രതീകമാണ്. ആ പിതാവ് ആ മകനെ സ്വീകരിക്കുകയാണ് ഭവനത്തിലേക്ക്. എന്നിട്ട് എന്താണ് ചെയ്തത്? ആ മലിന വസ്ത്രം മാറ്റി അവനെ വിശേഷ വസ്ത്രം ധരിപ്പിക്കുകയാണ്. പുരോഹിതൻ മദ്ബഹായ്ക്കുള്ളിൽ പ്രവേശിച്ച് അംശവസ്ത്രം ധരിക്കുന്നതിലൂടെ വിശേഷ വസ്ത്രങ്ങൾ അവനെ അണിയിക്കുകയാണ്. പുരോഹിതൻ മാത്രമല്ല കാപ്പയിട്ടിരിക്കുക, ദൈവനും മുഴുവൻ ആ വിശേഷ വസ്ത്രം അണിയുകയാണ്. എന്നിട്ട് ഇവിടെ വലിയ വിരുന്നൊരുക്കുകയാണ്. മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ, ആ വലിയ സന്തോഷത്തിൽ വിരുന്നൊരുക്കുകയും അവസാനം ആ വിരുന്നിൽ ഭാഗഭാക്കാവുകയും ചെയ്യുകയും, അങ്ങനെ പിതാവായ ദൈവം ധൂർത്തപുത്രന് വേണ്ടി ഒരുക്കിയ ആ വലിയ വിരുന്നിനെയാണ് വിശുദ്ധ കുർബാനയിലെ ആ വിരുന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുക. അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് പിതാവിൻ്റെ കൂട്ടായ്മയിലായി പിതാവിനോടൊപ്പം ആ വലിയ സ്വർഗീയ വിരുന്നിൽ ഭാഗഭാക്കാകുന്നതിനെ വിശുദ്ധ കുർബാന പ്രത്യേകമായിട്ടും അർത്ഥമാക്കുന്നു എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഒരുക്കത്തോടെ ആയിരിക്കണം, പശ്ചാത്താപത്തോടെ ആയിരിക്കണം. ധൂർത്തപുത്രൻ്റെ മനസ്സോടെ, പശ്ചാത്താപ മനസ്സോടെ വേണം ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്കായി ദേവാലയത്തിൽ കടന്നു വരാൻ. ഓരോ വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ പങ്കെടുക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്ന മുതലാണ്. തിരികെത്തിച്ച് മറവലിക്കുന്ന ആ നിമിഷം മുതൽ കുർബാന ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകാവസാനം വരെയുള്ള ഈ വെളിപാടിൻ്റെ കഥ അർത്ഥവത്തായിട്ട് നാം ആഘോഷിക്കണമെങ്കിൽ, അനുസ്മരിക്കണമെങ്കിൽ ഒരുക്കത്തോട് നമ്മൾ ദേവാലയത്തിൽ വന്ന് പൂർണ്ണമായി ഈ ബലിയിൽ നമ്മളെ സംബന്ധിക്കണം. അതിന് ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.